എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 പുതുവർഷ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഞാനിവിടെ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് വേഴം 3-ലും 2026 ജൂൺ 2 ശേഷം വേഴം 4-ലും വരുന്ന ഒരു ഗോചര സമയമാണ്. അതുകൂടാതെ ശനി 12-ലും രാഹു 11-ലും കേതു 5-ലും നിൽക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മിവിടെ സൂചിപ്പിക്കുന്നത് ഗോചരഫലമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. 4 ഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടും ഗോചരപരമായിട്ട് നമുക്ക് കൂടുതൽ ഫലം തരുന്നത്. മറ്റ് ഗ്രഹങ്ങളും തരുന്നുണ്ട്. എന്നാൽ വേഴം, ശനി, രാഹു, കേതു ഈ 4 ഗ്രഹങ്ങൾ അവർ നിൽക്കുന്ന രാശിയുടെ നിൽപ്പനുസരിച്ച് ഓരോ നക്ഷത്രക്കാരനും അല്ലെങ്കിൽ ഓരോ ജാതകനും എങ്ങനെയൊക്കെ ആ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുവോ അതാണ് ഗോചരഫലം. ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചാര പദത്തിൽ വരുന്ന ഫലങ്ങളാണ് ഗോചരഫലമായിട്ട് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് വേഴം 3-ലും വേഴം രാശി മാറും. പിന്നെ ഈ കൊല്ലം തന്നെ വേഴം രാശി മാറുന്നുണ്ട്. 2026 ജൂൺ 2 ശേഷം വേഴം 4-ലേക്ക് വരും. അപ്പം 3-ലേക്ക് വേഴം വന്നത് സഹോദരഭാവത്തേക്കും ധൈര്യം വീര്യം ഭാഗത്തേക്കാണ് വേഴം വരുന്നത്. 3 എന്ന് പറഞ്ഞാൽ അതാണ് സഹോദരഭാവമാണ്, ധൈര്യത്തിൻ്റെ ഭാവമാണ്, വീര്യത്തിൻ്റെ ഭാവമാണ്. അതിനാണ്. അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ കർക്കിടകത്തിലേക്കാണ് പിന്നെ വരുന്നത്. അതായത് ജൂൺ 2 ശേഷം വേഴം 4-ലേക്കും വരെയാണ്. 4 എന്ന് പറഞ്ഞാൽ കുടുംബം, മാതാവ്, മാതാസുഹൃത്ത്, മാതുല, ഭാഗ്നേയ, ക്ഷേത്രം, സുഖം, വാഹനം, വാസനഞ്ച, ലാളിത്യമമ്പം, ശൈനഞ്ച വൃത്തി, പശ്വാധികം, ജന്മഗ്രഹം ചതുർത്താൽ എന്നാണ് 4-ാം ഭാവത്തിൻ്റെ പ്രമാണം. അപ്പോൾ അങ്ങനെ വേഴം 4-ലേക്ക് വരുന്നതും വേഴം 3-ൽ വരുന്നതും ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലത് തന്നെയാണ്. അതുകൂടാതെ ശനി 12-ലും രാഹു 11-ലും കേതു 5-ലും നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ ശനിയുടെ 12-ലെ നിൽപ്പ് അത്ര ഗുണകരമല്ല. രാഹു 11-ൽ ഗുണകരമാണ്. കേതു 5-ലും നിൽക്കുന്നത് അത്ര ശുഭമല്ല. എന്നാൽ ഇവരുടെ ഈ ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെയും കേതുവിൻ്റെയും അതിനെ മറികടക്കാൻ വേഴത്തിൻ്റെ ആ ഗോചരഫലം കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ 2026 ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വരുന്നത്. ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ തന്നെയും ഗുണാധിക്യം കൂടുതൽ കാണാവുന്നതാണ്. ഇത് കൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് 7.5 ശനിക്കാലമാണ്. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് 7.5 ശനി തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായി. അപ്പം അതും കൂടി ഇവിടെ ഈ ഗോചരഫലത്തിൽ കണക്കിൽ വരേണ്ടതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴാണ് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഞാനൊന്നും കൂടി വിശദമായിട്ട് മറ്റൊക്കെ വിഷയങ്ങളിലേക്ക് കിടക്കാം. ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യത്തിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാവും നോക്കാം. ജോലി സംബന്ധമായി ചില പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകാം. ജോലി സംബന്ധമായിട്ട് ശനി 12-ലാണല്ല, വേഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ട്. എന്നിരുന്നാലും അതുകൂടാതെ വിദേശയാത്രയ്ക്ക് അനുകൂലമാണ്. 12-ലെ ശനി വിദേശയാത്ര സംബന്ധമായ ഗുണം ചെയ്യും. അപ്പോൾ വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ്. അതുകൂടാതെ അപകടങ്ങൾ ഇല്ലാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അപകടങ്ങൾ ഉണ്ടാകാം. 7.5 ശനിയിൽ ഒട്ടുമിക്ക പേർക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് അപകടങ്ങൾ ഉണ്ടാവും. അതേപോലെ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കും.
സഹോദര ബന്ധങ്ങൾക്ക് ഗുണമുണ്ടാവും, ദോഷാനുഭവങ്ങളുണ്ടാവും. കാരണം വേടം 3-ൽ നിൽക്കുമ്പോൾ അവിടെ ഗുണത്തിലാണ് വരുന്നത്. വേടത്തിൻ്റെ മാറ്റം അനുസരിച്ച് പിന്നെ സഹോദര ബന്ധങ്ങളിൽ ചിലപ്പോൾ ചില ദോഷങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ധനാഗമ മാർഗങ്ങൾ ഇവരുടെ മുമ്പിൽ തുറന്നു വരുന്ന ഒരു സമയമാണ് 2026. ചില സുഹൃത്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ ചിലപ്പോൾ ശത്രുക്കളായി മാറുന്ന അവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ധനാഗമങ്ങൾ വന്നു ചേരുമെങ്കിലും ധനത്തെ ഇവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കഴിയുന്നതും വാക്ക് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമാണ്. കാരണം 7.5 ശനിയാണല്ല, വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. അതിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നല്ലതാണ്. കച്ചവടക്കാരെ സംബന്ധിച്ചും അത്ര ഗുണകരമായിട്ട് കാണാൻ പറ്റില്ല. ഈ അശ്വതി നക്ഷത്രക്കാരായ കച്ചവടക്കാർ, ബിസിനസ്സുകാർ, വ്യാപാരം ചെയ്യുന്നവരൊക്കെ അത്ര സുഖകരമല്ല 2026. പിന്നെ വേഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇവർക്ക് രക്ഷ നേടാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കാനായിട്ട്, അതായത് ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കാൻ 2026 അവസരം വന്നു ചേരുന്നതാണ്. അതുകൂടാതെ ധാരാളം യാത്രകൾ ആവശ്യമായി വരുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് യാത്ര ചെയ്യേണ്ടി വരും ഈ 2026 അശ്വതി നക്ഷത്രക്കാർ. വരുമാന വർധനയുണ്ടാവും. കാരണം വേഴം 3-ലും 4-ലും ആണല്ലോ. 3-ലും അത് കഴിഞ്ഞ് കർക്കിടകത്തിൽ ഉച്ചരാശിയിലേക്കാണ് വേഴം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് അപ്പോൾ വരുമാനത്തിലേക്ക് കാര്യങ്ങൾ ചെല്ലും. വേഴം ധനകാരകനാണ്. അപ്പോൾ അതുകൊണ്ട് വേഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് ധനവർധന ഉണ്ടാക്കാം. സാമ്പത്തികമായി അതുവഴി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇവർ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇവർക്ക് നടക്കാവുന്ന ഒരു വർഷമാണ് 2026. വിദേശത്ത് താമസിക്കുന്നവർക്കും ഗുണകരമാണ് ഈ സമയം. വിദേശത്തുള്ളവർക്ക് ഗുണം കിട്ടുന്ന ഒരു കാലമാണ്. ഇനി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചും 2026 ഇവർക്ക് പോകാൻ കഴിയുന്നതാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമയമാണ് 2026. ഇവരെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നതമായ വിജയവും ഉന്നതമായ മാർക്ക് നേടാനും ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്താനും ഒക്കെ കഴിയുന്ന ഒരു വർഷമാണ് ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ശത്രുക്കളെ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം അവരുടെ സുഹൃത്തുക്കൾ തന്നെ ശത്രുക്കളാവുന്ന ചില സമയങ്ങളുണ്ടാവും. അപ്പോൾ അതിന് നേരിടേണ്ടതായ കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരാവുന്നതാണ്. അപ്പോൾ ശത്രുക്കളെ കഴിയുന്നതും ഇവർ നേരിടാൻ ശ്രമിക്കും. വസ്തു സംബന്ധമായ കാര്യത്തിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ്. വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വസ്തു വാങ്ങാൻ സാധിക്കും. ഗ്രഹനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണം നടത്താൻ സാധിക്കും. ഇനി ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ചവർക്കാണെങ്കിൽ ഗ്രഹപ്രവേശനം നടത്തി താമസം തുടങ്ങാൻ സാധിക്കും. അങ്ങനെ മംഗളകരമായ പല കാര്യങ്ങളും ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ്. മനക്ലേശങ്ങളും മനോവിഷമങ്ങളും വന്നു ചേരാനും സാധ്യതയുണ്ട്. എന്നാൽ കാരണം കേതു 5-ലെയും ശനി 12-ലെയും ചില സമയത്ത് ദോഷം കിട്ടേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് കുറച്ച് മനോവിഷമങ്ങളും മനക്ലേശങ്ങളും ഈ വർഷം ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇവരെ സംബന്ധിച്ച് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ്. അതിൻ്റെ പേരിൽ
ഇവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. വേഴത്തെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ ഇവർ മറ്റ് പല കാര്യങ്ങളിലും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. വിഷ്ണുവിനും കൃഷ്ണനും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇതിൽ നിന്ന് ദോഷാനുഭവത്തിൽ നിന്ന് മോചനം കിട്ടാനും സാധിക്കുന്നതാണ്. ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമാണ്. ഈ നക്ഷത്രക്കാർക്ക് വേഴം 3-ലും 2026 ജൂൺ 2-ന് ശേഷം വേഴം 4-ലും വരുന്ന ഒരു സമയം. ഗോചരപരമായിട്ട് ശനി 12-ലും രാഹു 11-ലും കേതു 5-ലും വരുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങളും അതേപോലെ ചില കോട്ടങ്ങളും ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും. മാതാവിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും. വേഴം 4-ലേക്കല്ല വരുന്നത്, മാതാവിൻ്റെ സ്ഥാനത്തൊക്കെ വരും. അമ്മയുടെ ഭാഗത്തൊക്കെ വേഴം 4-ൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഫലങ്ങൾ കിട്ടും. അതേപോലെ തന്നെ കുടുംബമായിട്ട് കാണാം. അപ്പോൾ കുടുംബത്തിലേക്ക് വേഴം വരുന്ന സമയത്ത് അത് ഗുണകരമാണ്. കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കളുമായി നല്ല ബന്ധങ്ങളും ചില സുഹൃത്തുക്കളുമായി അകൽച്ചയും ഉണ്ടാകാനായിട്ട് ഈ 2026 അവസരം വരുന്നതാണ്. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച്. തൊഴിൽ പ്രശ്നങ്ങൾ വന്നുകൂടും. കാരണം 7.5 ശനിയല്ലേ, തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. തൊഴിൽ സംബന്ധമായ ചില പ്രശ്നങ്ങൾ വന്നുകൂടും. യാത്രകൾ പോകുമ്പോൾ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്ര സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ചുണ്ടാകും. കാരണം 7.5 ശനിയാണ്. അതുകൊണ്ട് യാത്ര സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇവരിൽ കടന്നു വരും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വളരെ ഗുണകരമായ ഒരു സമയമാണ് 2026. അവർക്ക് പ്രമോഷനും ശമ്പള വർധനയും ഒക്കെ കിട്ടാവുന്ന ഒരു വർഷമാണ്. സ്വന്തം ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം ഇവരെ സംബന്ധിച്ച്. വിദേശ ജോലിക്ക് നല്ല ഒരു സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ പലതും ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കൃഷി ഉദ്ദേശിച്ച പോലെ ഇവർക്ക് ലാഭം കിട്ടില്ല. എന്നാൽ അവർ കഠിന പ്രയത്നം നടത്തിയാൽ കൃഷി ലാഭത്തിലാക്കാനും ഇവർക്ക് സാധിക്കും. വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കർമ്മരംഗത്ത് പുരോഗതിയും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാകാം. ധനാഗമ മാർഗങ്ങൾ ഇവരുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഒരു വർഷമാണ്. ആരോഗ്യകാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്താൽ ആരോഗ്യ കാര്യങ്ങളിൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്ന് ഇവർക്ക് സഹായങ്ങൾ കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് 2026. കാർത്തിക നക്ഷത്രം 2 കൂറിൽ വരുന്നതാണ്. ഇടവക്കൂറുണ്ട്, മേടക്കൂറുണ്ട്. കാർത്തിക കാൽ മേടക്കൂറിലും കാർത്തികം 3/4 ഭാഗം ഇടവക്കൂറിലുമാണ് വരുന്നത്. ഇപ്പം ഇവരെ സംബന്ധിച്ച് മേടക്കൂറുകാരെ സംബന്ധിച്ച് വേഴം 3-ലും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വേഴം 2-ലും ജൂൺ 2 വരെ നിൽക്കുന്ന ഒരു സമയമാണ്. അതിനുശേഷം വേഴത്തിൻ്റെ മാറ്റം ഉണ്ടാവും. മേടക്കൂറുകാർക്ക് ശനി 12-ലും ഇടവക്കൂറുകാർക്ക് ശനി 11-ലും നിൽക്കുന്ന ഗോചര സമയമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആ ഗോചരഫലമായിട്ട് 4 ഗ്രഹങ്ങളുടെ ഗോചരഫലമാണ് കൂടുതലും ഗോചരത്തിൽ വരുന്നത്. വേഴം, ശനി, രാഹു, കേതു ഈ 4 ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ചുള്ള ഫലമാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഈ 2026 സമ്മിശ്രമായ ഗുണദോഷങ്ങൾ വരുന്ന ഒരു സമയമാണ്. സമ്മിശ്രമായി, അതായത് ഗുണവും ദോഷവും ഉണ്ടാവും. ഇവരെ സംബന്ധിച്ച് ഗുണം മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കില്ല, കുറച്ച് ദോഷങ്ങളും ചില സമയത്ത് കടന്നു വരാം. അതേപോലെ തന്നെ ദോഷം മാത്രമല്ല, ഗുണങ്ങളും കയറി വരും. അങ്ങനെ മൊത്തത്തിൽ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം കടന്നു വരുന്നത്. ധനപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ്. 3-ലെ വേഴവും അതിനുശേഷം വേഴം 4-ലേക്കൊക്കെ വരുന്നത് ഗുണകരമാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും നേട്ടങ്ങൾ ആണ്. കാരണം ഉദ്യോഗം കിട്ടാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ ഉദ്യോഗം ലഭിക്കാനൊക്കെ വളരെ നല്ലൊരു സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക്. അതുകൂടാതെ അവർക്ക് പ്രമോഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പ്രമോഷൻ മാത്രമല്ല,
ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റങ്ങൾ, മേലാധികാരികളിൽ നിന്നുള്ള അനുമോദനങ്ങൾ, ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് കിട്ടാനുള്ള ഒരു സമയമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും ഗുണം കിട്ടുന്ന ഒരു വർഷമാണ് 2026. ഇവരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും പ്രശസ്തിയും കിട്ടുന്ന ഒരു വർഷമായിരിക്കും. വിദേശയാത്രയ്ക്ക് ഇവരെ സംബന്ധിച്ച് നല്ല സമയമാണ്. പിന്നെ മാതൃഗുണം കിട്ടാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. മാതൃജനങ്ങളിൽ നിന്ന് സഹായഹസ്തങ്ങൾ ഇവർക്ക് നേരെ വരുന്ന ഒരു സമയമാണ്. ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് സഹായങ്ങൾ കിട്ടും. ഇനി അഥവാ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്ന് ഇവർ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവരുദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ഇവർക്ക് അവിടുന്ന് നേട്ടങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ കിട്ടുമെന്ന്. യാത്രകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാരണം 7.5 ശനിയാണ് ഇവരെ സംബന്ധിച്ച്, മേടക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പോൾ അവർ അപകടങ്ങളിലൊക്കെ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിച്ച് യാത്ര ചെയ്താൽ നന്നായിരിക്കും. കുടുംബാന്തരീക്ഷം വളരെ നല്ലതായിരിക്കും ഇവരെ സംബന്ധിച്ച്. സമാധാനവും മനസ്സന്തോഷവും മനസ്സിന് ഒരു നല്ലൊരു ഉന്മേഷവും ഒക്കെ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ പുതുവർഷം. കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവുന്ന ഒരു വർഷമാണ്. കാര്യവിജയങ്ങളും നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശത്രുദോഷം നേരിടേണ്ടതായിട്ടും വരും. വാക്കുതർക്കങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷി ലാഭത്തിൽ വരുത്താനും ഇവർ ശ്രമിക്കും. ഈശ്വരാധീനം വർദ്ധിക്കാനും പറ്റിയ ഒരു സമയമാണ് ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവേ നല്ല ഒരു സമയമാണ് 2026. വേഴൻ 2-ലാണ്. 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്, കുടുംബത്തിൻ്റെ സ്ഥാനവും കൂടിയാണ്. അതുകൂടാതെ വാക്കിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ അതിലൊക്കെ വേഴം വരുന്നത് വളരെ നല്ലതാണ്. അപ്പം വേഴം എന്ന് പറഞ്ഞാൽ ധനകാരകനാണ്. അപ്പം ധനകാരകൻ ധനസ്ഥാനത്തേക്ക് വന്നാൽ ഗുണമല്ലേ? അപ്പം തീർച്ചയായിട്ടും ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ധനപരമായി ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയമാണ്. ഇനി ജൂൺ 2-ന് ശേഷം വേഴം രാശി മാറിയാലും അത് 3-ലേക്കാണ് വരുന്നത്. 3 എന്ന് പറയുന്നത് സഹോദരഭാവമല്ലേ? തീർച്ചയായിട്ടും സഹോദര ഗുണങ്ങൾക്കൊക്കെ സഹോദരന്മാർ വഴി സഹോദര ഗുണങ്ങൾ കിട്ടാനുള്ള അവസ്ഥയും ഈ 2026 രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. പ്രതീക്ഷിക്കാതെ തന്നെ ധനാഗമങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം. ചെയ്യുന്ന പ്രവർത്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചെയ്യുന്ന കാര്യങ്ങൾക്ക്, കർമ്മത്തിൽ കർമ്മ പുരോഗതി, കാര്യവിജയങ്ങൾ, കാര്യനേട്ടങ്ങൾ, ഇതെല്ലാം ഈ സമയത്ത് രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് പുരോഗതി ഉണ്ട്. അതായത് സ്ഥാനക്കയറ്റങ്ങളോ പ്രമോഷനോ അതുപോലെ തന്നെ ശമ്പള വർധനയോ ഒക്കെ കിട്ടാനുള്ള അവസ്ഥ 2026 വരും. പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് ശമ്പള വർധനയൊക്കെ കിട്ടാവുന്ന ഒരു അവസ്ഥയാണ് 2026. ധനകാരകനായ വേഴം 4-ാം ഭാവം അമ്മയുടെ ഭാവത്തിലേക്ക് വരുമ്പോൾ അവിടെ അമ്മയിൽ നിന്നും ധനസംബന്ധമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. വാക്കുകളിൽ മിതത്വം പാലിക്കാൻ ഇവർ ശ്രദ്ധിക്കണം. കാരണം ചില പ്രശ്നങ്ങൾ വാക്കുപിഴ കൊണ്ട് ചില പ്രശ്നങ്ങൾ ഇവർക്ക് കടന്നു വരുന്നതാണ്, അല്ലെ വരാവുന്നതാണ്. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മിതമായി സംസാരിച്ചാൽ അതിൽ നിന്ന് ഇവർക്ക് ആ ദോഷാനുഭവത്തിൽ നിന്ന് മോചനം കിട്ടും. 4-ൽ വേഴം വന്നാൽ അത് ഭാര്യ വഴി നേട്ടങ്ങൾ ഉണ്ടാകാനും സാധിക്കും. കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകും. കാരണം രാഹു 10-ൽ നിൽക്കുന്നു. അപ്പം രാഹു കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാവും. എന്നാൽ ശനി 11-ൽ നിൽക്കുന്നത് ഗുണകരമാണ്. പിതാവിൽ നിന്ന് സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള അവസരം വരും. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ധനനേട്ടം ഉണ്ടാവുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു. ധനപരമായ കാര്യങ്ങൾ, ധനകാരകൻ ധനസ്ഥാനത്തേക്ക് വരുമ്പോൾ ധനപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും. ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ഇവരെന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ നിന്ന് ഗുണകരമായ ഒരു നല്ല അവസ്ഥ ഉണ്ടാവുന്ന സമയമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഗുണകരമാണ് ഇവരെ സംബന്ധിച്ച് കാണുന്നത്. അംഗീകാരങ്ങളും പ്രശസ്തിയും അതേപോലെ തന്നെ ഇവർക്ക് സ്ഥാനമാന ലബ്ധിയൊക്കെ കിട്ടുന്നതാണ് ഈ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഈ വർഷം. ദാമ്പത്യബന്ധം ശ്രേയസ്കരമാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്.
പല വഴി സഹായങ്ങൾ കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അപ്പം മൊത്തത്തിൽ നോക്കിയാൽ രോഹിണി നക്ഷത്രക്കാരുടെ ഈ 2026 ഫലം വളരെ നല്ലത് തന്നെയാണെന്ന് പറയാം. മകീര നക്ഷത്രം 2 കൂറിൽ വരുന്നുണ്ട്. ഒന്ന് ഇടവക്കൂറിലും ഒന്ന് മിഥുനക്കൂറിലാണ് വരുന്നത്. അപ്പം മകീരത്തിൻ്റെ പകുതി ഇടവക്കൂറിലും മകീരത്തിൻ്റെ മറ്റു പകുതി അവസാനത്തെ പകുതി മിഥുനക്കൂറിലുമാണ് വരുന്നത്. 2026 മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ നോക്കിയാൽ ഗുണകരമായ ഒരു കാലമാണ് ഇവരെ സംബന്ധിച്ച്. ധനാഗമ മാർഗങ്ങൾ പലതും ഇവരുടെ മുമ്പിൽ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ധനാഗമങ്ങൾ ഇവരുടെ മുന്നിലേക്ക് വരുന്നതാണ്. കാര്യപ്രാപ്തിയും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാവുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടാനും ഉയർന്ന മാർക്ക് മേടിക്കാനും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലെത്താനും ഒക്കെ പറ്റുന്ന ഒരു വർഷമാണ് 2026. ബന്ധുജന സമാഗമങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ഇവരിൽ നിന്ന് അകന്നുപോയ ചില ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം അടുത്തു വരുന്ന ചില ബന്ധുക്കൾ ചിലപ്പോൾ ചില സമയത്ത് നമ്മളിൽ നിന്ന് അകന്നു പോകുമല്ല, പല കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അകന്നുപോയ ബന്ധുക്കളുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് 2026 അവർ അടുത്തു വരുന്ന ഒരു സമയമാണ്. പ്രതീക്ഷിക്കാതെ സഹായങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സമയമാണ്. ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ ഭാഗത്തുനിന്ന് ഇവർക്ക് സഹായം കിട്ടും. ധനപരമായി വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ്. മകീര നക്ഷത്രം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വേടൻ 2-ലാണല്ലോ വരുന്നത്. അപ്പം തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഗുണകരമായ സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. വാക്ക് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. പല വിഷയങ്ങളിലും വാക്ക് തർക്കങ്ങൾ 2026 ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാക്ക് തർക്കങ്ങളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു മാറേണ്ടത് ആവശ്യമാണ്. കർമ്മരംഗത്താണ് ശനി മേടക്കൂറുകാർക്ക് വരുന്നത്. അപ്പം അത് ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് കഴിയുന്നതും വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കണം. അപകട സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച്. അപകട സാധ്യത മുന്നിൽ കണ്ടുവേണം ഇവർ യാത്ര ചെയ്യുക. പൊതുവെ ഇവരെ സംബന്ധിച്ച് മനസ്സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും പ്രശംസയും പ്രമോഷനും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവും. ശ്രേയസ്, കുടുംബസൗഖ്യം എന്നിവയും ഉണ്ടാകുന്ന വർഷമാണ്. ദുരിതങ്ങൾ വഴിമാറിപ്പോകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേഴം ജന്മരാശിയിലും 2026 ജൂൺ 2 ശേഷം 2-ലും വരുന്ന ഒരു സമയമാണ്. ശനി 10-ലും രാഹുകേതുക്കൾ 3-ലും 9-ലും വരുന്ന ഒരു സമയവും കൂടിയാണ്. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം എല്ലാം കൊണ്ടും ഗുണമുള്ള ഒരു വർഷമാണ്. ഇവരെ സംബന്ധിച്ച് ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു വർഷമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ്. അവർക്ക് അംഗീകാരങ്ങളും ആശീർവാദങ്ങളും പുരസ്കാരങ്ങളും ആദരവുകളൊക്കെ കിട്ടുന്ന ഒരു വർഷമാണ്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും. കച്ചവട സംബന്ധമായ കാര്യങ്ങൾ, വ്യാപാര സംബന്ധമായ കാര്യങ്ങളിലെല്ലാം പുരോഗതി ഉണ്ടാവുന്ന ഒരു വർഷമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ശ്രേയസ് ഉണ്ടാവുന്ന ഒരു വർഷമാണ്. അവരെ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. ധനാഗമ മാർഗങ്ങൾ ഇവരുടെ മുൻപിൽ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ്. ധനാഗമങ്ങൾ ഇവർക്ക് പല വഴിക്കും വന്നു ചേരുന്നതാണ്. ശ്രേയസ്സും കുടുംബ പുരോഗതിയും ഇവരെ സംബന്ധിച്ച് ഈ 2026 കിട്ടുന്നതാണ്. കർമ്മരംഗത്ത് വിജയങ്ങളും ഇവരെ തേടിയെത്തും. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ, പ്രവർത്തികളിൽ എല്ലാം വിജയാനുഭവങ്ങൾ ഇവർക്കുണ്ടാവുന്ന ഒരു വർഷമാണ്. ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മസംതൃപ്തി ഉണ്ടാവും.
മാതൃജനസഹകരണം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. മാതാവിൽ നിന്നും സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം കിട്ടാവുന്ന വർഷമാണ്. സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. സുഹൃത്തുക്കളുമായി നല്ല സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന വർഷമായിരിക്കും. കാര്യവിജയങ്ങളും കാര്യനേട്ടങ്ങളും കർമ്മവിജയങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരോഗ്യകരമായ പല കാര്യങ്ങളിലും ഇവരെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം നിസ്സാരമായ അതിനെ കാണാതെ കൃത്യസമയത്ത് വേണ്ടതുപോലെ ചെയ്താൽ ആ പ്രശ്നത്തിൽ നിന്ന് ഇവർക്ക് മോചനം കിട്ടുന്നതാണ്. ചില പ്രവർത്തികളിൽ തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ടും ഇവർക്ക് വരും. ശനി 10-ലാണല്ലോ. 10-ൽ നിന്ന് വേഴത്തിനെ കൊണ്ട് അതെല്ലാം മറികടക്കാൻ സാധിക്കുമെങ്കിലും 10-ലെ ശനി കർമ്മത്തിലാണല്ലോ. ചില തടസ്സങ്ങൾ ശനി ഉണ്ടാക്കി തന്നു വരും. അപ്പം അതിനെ നമ്മൾ ഈശ്വര പ്രാർത്ഥന വഴിയും വഴിപാടുകളിലൂടെയും നമുക്കതിനെ നേരിടാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നതാണ്. മനസ്സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ശത്രുപീഡകളിൽ നിന്നും രക്ഷ നേടാൻ ഇവർക്ക് കഴിയുന്നതാണ്. ഈശ്വര ചിന്തകൾ ഇവർക്ക് തുണയാവുന്ന ഒരു വർഷമാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച്. പുണർദം നക്ഷത്രക്കാർ 2 കൂറിൽ വരുന്നവരാണ്. പുണർദം 3/4 മിഥുനക്കൂറിലും പുണർദം 1/4 കർക്കിടകക്കൂറിലും വരും. ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു സമയമായിരിക്കും. സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും ഇവരെ സംബന്ധിച്ച്. ബന്ധുജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകും. സുഹൃത്തുക്കളുമായി നല്ല ബന്ധങ്ങൾ ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാ വിജയങ്ങളും ഉന്നത സ്ഥാനമാനങ്ങളും കിട്ടുന്ന ഒരു വർഷം. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവർക്കും ഇവരെല്ലാം പൊതുപ്രവർത്തനത്തിൽപ്പെട്ടവരാണ്. ഇവരെല്ലാം ജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നവരാണല്ലോ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും പ്രശസ്തിയും കിട്ടുന്ന ഒരു വർഷം തന്നെയാണ്. കുടുംബസുഖം കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് സഹായങ്ങളും ധനാഗമങ്ങളും ഇവരെ തേടി വരുന്ന ഒരു സമയമാണ്. ഇവരുദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്ന് തന്നെ ഇവർക്ക് സഹായങ്ങൾ കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടം ഉണ്ടാവും. ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടാനും ഇനി ഉദ്യോഗമുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും ഒക്കെ അവസരങ്ങൾ വരും. പ്രമോഷൻ, സ്ഥാനമാനലബ്ധി ഇതെല്ലാം ഇവർക്ക് കിട്ടുന്നതാണ്. കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും ഇവരെ സംബന്ധിച്ച്. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ഉന്നതമായ സ്ഥാനങ്ങളിലെത്താനും മത്സരങ്ങളിൽ വിജയിക്കാനും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങാനും ഒക്കെ കഴിയുന്ന ഒരു വർഷമാണ്. അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇവരെ സംബന്ധിച്ച് കഴിയുന്നതും യാത്രകൾ ഇവർ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. വാക്കുകൾ പറയുമ്പോൾ സംയമനത്തോടുകൂടി പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് തന്നെ അത് വിനയാവുന്ന ഒരു വർഷമാണ്. ശത്രുക്കളെ നേരിടാൻ ഇവർക്ക് കഴിയും. കുറച്ച് ശത്രുക്കളും ഇവർക്ക് ഉണ്ടാകും. എന്നാൽ ഇവർ പ്രകോപനങ്ങളിൽ ചെന്ന് വീഴരുത്. പ്രകോപനങ്ങൾ ഇവരുടെ മുമ്പിൽ വന്നാലും അതിലൊന്നും ചെന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈശ്വരചിന്ത ഇവരുടെ ദോഷങ്ങളെ അകറ്റാൻ ഇവരെ സഹായിക്കും. ദേവാലയ ദർശനങ്ങളും പുണ്യസ്ഥല ദർശനങ്ങളും നടത്തിയാൽ ഇവർക്കുള്ള ദോഷാനുഭവങ്ങളിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാനും 2026 സാധിക്കുന്നതാണ്. പൂയം നക്ഷത്രത്തിൻ്റെ നക്ഷത്രഫലമാണ് 2026. ഈ നക്ഷത്രക്കാർക്ക് വേഴം 12-ലും 2026 ജൂൺ 2-ന് ശേഷം ജന്മരാശിയിലും വരുന്ന ഒരു വർഷമാണ്. വേഴം രാശി മാറും. അപ്പോൾ 2026 ജൂണിന് ശേഷം വേഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. കർക്കിടകൻ രാശി പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജന്മരാശിയല്ലേ. അപ്പം ജന്മരാശിയിലേക്കാണ് വേഴം വരുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്. വേഴം ജന്മത്തിൽ നിന്നാൽ അത്ര ഗുണകരമല്ല എന്ന് പറയാമെങ്കിലും വേഴം കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നത് ഗുണകരം തന്നെയാണ്. കാരണം വേഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകൻ രാശി. അപ്പം ധനകാരകനായ വേഴം
സർവേശ്വരകാരകനായ വേഴം കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നത് എല്ലാം കൊണ്ടും പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്ന ഒരു വർഷമായിരിക്കും. ഇവരെ സംബന്ധിച്ച് ശനി 9-ലും രാഹുകേതുക്കൾ 8-ലും 2-ലും വരുന്ന ഗോചര സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്രമായി തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈശ്വരാധീനക്കുറവും കുടുംബ സംബന്ധമായി കാണുന്നുണ്ട്. വ്യാഴം ജന്മരാശിയിൽ വരുമ്പോൾ ചില ദോഷം ഉണ്ടായെങ്കിലും അത് ആ ജന്മരാശി കർക്കിടകൻ രാശി ആവുകയാകുകയും ആ കർക്കിടകൻ രാശി വേഴത്തിൻ്റെ ഉച്ചരാശി ആയതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും അവർക്ക് വേഴത്തിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും. അപ്പോൾ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ ആ വേഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ഇവർക്ക് നേടി എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈശ്വരാധീനക്കുറവുണ്ടെങ്കിലും വേഴത്തെ പ്രീതിപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അതിൽ നിന്നും മുക്തി കിട്ടുന്നതാണ്. സാമ്പത്തികമായിട്ട് നേട്ടങ്ങളും ചില സമയങ്ങളിൽ സാമ്പത്തികമായി ചില ഞെരുക്കങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്ന ഒരു വർഷമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ കുറച്ച് സമാധാനക്കുറവും ഉണ്ടാകുന്ന സമയമാണ്. എന്നിരുന്നാലും സുഹൃത്ത് ബന്ധങ്ങൾ വഴി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു വർഷമാണ്. സുഹൃത്ത് ബന്ധങ്ങൾ ഇവരെ തുണക്കും. കർമ്മരംഗത്തെ ദോഷം കഠിന ശ്രമത്താൽ ഇവർക്ക് ഇല്ലാതാക്കാൻ കഴിയും. കർമ്മത്തിൽ പുരോഗതി തടയുന്ന കാര്യങ്ങൾ വന്നു ചേർന്നാലും അതിനെ മറികടക്കാൻ ഇവർ കഠിന പ്രയത്നം ചെയ്താൽ തീർച്ചയായിട്ടും അതിൽ നിന്നും ഇവർക്ക് രക്ഷ നേടാൻ സാധിക്കും. കൃഷി കാര്യത്തിൽ അത്ര മെച്ചമായല്ല കാണുന്നത്. കൃഷിക്കാരെ സംബന്ധിച്ച് അത്ര മെച്ചമല്ല. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കൃഷി മെച്ചത്തിലാകാനും സാധ്യതയുണ്ട്. വാഹന അപകടങ്ങളിൽ നിന്നും ഇവർ രക്ഷ നേടും. ഈ പൂയം നക്ഷത്രക്കാർ ഇവരെ സംബന്ധിച്ച് യാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ക്ഷേത്ര ദർശനം ഇവർ മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈശ്വരാധീനം വർദ്ധിക്കാൻ നല്ലൊരു ഉപായമാണത്. പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യനേട്ടങ്ങളും ഇവരെ തേടി വരും. ദുരിതങ്ങൾ മാത്രമല്ല ഉണ്ടാകുന്നത്, എപ്പോഴും നേട്ടങ്ങളും ഇവരെ സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഇവർക്ക് നേടാൻ കഴിയുന്ന ഒരു വർഷം കൂടിയാണ്. പൊതുപ്രവർത്തകർക്ക് നേട്ടങ്ങളും അതേപോലെ തന്നെ ചില അപ്രീതിയും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പൊതുപ്രവർത്തകരാകുമ്പോൾ അതിൽ രാഷ്ട്രീയക്കാരും പെടും. ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണകരമായ ഒരു അവസ്ഥയാണ് 2026 ഇവരെ സംബന്ധിച്ച്. കാര്യതടസ്സങ്ങൾ നീക്കി ഇവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. അതിന് കുറച്ച് പ്രയത്നം ആവശ്യമാണ്. അങ്ങനെ പ്രയത്നം ചെയ്താൽ കാര്യതടസ്സങ്ങൾ നീക്കി ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും ഇവരെ പല പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്യാൻ സഹായിക്കും. ക്ഷേത്ര ദർശനവും പുണ്യസ്ഥല ദർശനവും ഒക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇവരുടെ ദോഷാനുഭവത്തിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാൻ കഴിയുന്ന ഒരു വർഷമാണ്. ആയില്യം നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലമാണ്. ഈ നക്ഷത്രക്കാർക്ക് വേഴം 12-ലും 2026 ജൂൺ 2-ന് ശേഷം ജന്മത്തിലും വരുന്ന ഒരു സമയമാണ്. വേഴത്തിൻ്റെ രാശിമാറ്റം മൂലം വേഴം ഉച്ചരാശിയിലേക്കാണ് വരുന്നത്. അത് 2026 ജൂൺ 2-ന് ശേഷമാണ്. അതുകൂടാതെ ശനി 9-ലും രാഹു 8-ലും കേതു 2-ലും വരുന്ന ഒരു ഗോചര സമയമാണ് ഇവരെ സംബന്ധിച്ച്. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഗുണകരമായ കാര്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമാണ്. ഇവരെ സംബന്ധിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവരെ സംബന്ധിച്ച് നിസ്സാരമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ 2026 ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കളയരുത്. ചികിത്സ തേടേണ്ട സമയങ്ങളിൽ ചികിത്സ തേടണം, ചികിത്സിക്കണം.
അല്ലാതെ അത് നിസ്സാരമായി കണ്ടാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ വർഷം 2026 ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈശ്വരാധീനം വർദ്ധിക്കാനായി പതിവായി ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇവരെ സംബന്ധിച്ച്. കാരണം വേറെ ചില ബുദ്ധിമുട്ടുകൾ, അതായത് വേഴം തുടക്കത്തിൽ തന്നെ 12-ലാണ് ഇവർക്ക് വരുന്നത്. അതത്ര ഗുണകരമല്ല. വേഴം ജന്മരാശിയിലേക്കാണെങ്കിലും അത് ഉച്ചരാശിയിലേക്ക് വരുന്നതിൻ്റെ പേരിൽ അത് ഗുണകരമാവുകയും ചെയ്യും. അപ്പം മൊത്തം നോക്കുമ്പോൾ വേഴത്തെ കൊണ്ട് ഗുണമുണ്ടാവും, ദോഷമുണ്ടാവും. അപ്പം ഈശ്വരാധീനം വർദ്ധിക്കാനായിട്ട് ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും നടത്തി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഈ ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ ബിസിനസ് ആരംഭിക്കാൻ പറ്റിയ സമയമാണ്. ബിസിനസ് രംഗത്തിൽ, കച്ചവട രംഗത്ത്, വ്യാപാര രംഗത്തൊക്കെ ഇവരെ സംബന്ധിച്ച് ഗുണകരമായി കാണുന്നുണ്ട്. ധനാഗമ മാർഗങ്ങൾ, തടസ്സങ്ങൾ മാറി ഇവരെ തേടിയെത്തുന്നതാണ്. കാരണം വേഴം ഉച്ചത്തിൽ, ധനകാരകനായ വേഴം ഉച്ചത്തിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. അത് വേഴം നിസ്സാരക്കാരനല്ല, വേഴം ധനകാരകനാണ്. അതുകൂടാതെ സർവേശ്വരകാരകൻ കൂടിയാണ്. വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ദോഷാനുഭവങ്ങൾ ഇവർക്കുണ്ടെങ്കിൽ വേഴത്തെ പ്രസാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇവർക്ക് മുക്തി കിട്ടുന്നതാണ്. അപ്പം ധനാഗമങ്ങൾ ഇവരെ തേടി വരും. ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും മനോദുഃഖങ്ങളും എല്ലാം മാറുന്ന ഒരു വർഷമാണ്. കുടുംബത്തിൽ പുരോഗതിയും സമാധാനവും സന്തോഷവും ഗ്രഹപുഷ്ടിയും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങളുമായി സമാഗമങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അകന്നു നിൽക്കുന്ന ബന്ധുക്കളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ അടുത്തു വരുന്ന ഒരു വർഷമാണ്. ചില നിസ്സാര കാര്യങ്ങൾ വഴി അകന്നു പോകുന്ന ചില ബന്ധുക്കൾ ഉണ്ടാവും, ഇല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ഈ 2026 അടുത്തു വരുന്ന ഒരു സമയമാണ്. അവിചാരിതമായ സാമ്പത്തിക പുരോഗതിക്ക് കാരണഭൂതരാകുകയും ചെയ്യും ഇവർ. പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഇവർക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാവും. ചെയ്യുന്ന കർമ്മങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്താൽ തീർച്ചയായിട്ടും ഇവർക്ക് ഫലാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചില സുഹൃത്തുക്കൾ വഴി അവർക്ക് മോശമായ പെരുമാറ്റം കിട്ടും. ബന്ധുജന സഹകരണം ആവശ്യമായ സമയത്ത് ഇവരെ തേടി വരികയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബന്ധുക്കൾ, അകന്നുപോയ ബന്ധുക്കളൊക്കെ അടുത്ത് വരാനായിട്ടൊക്കെ ഇവർക്ക് സമയം കിട്ടുന്നതാണ്. ആയില്യം നക്ഷത്രക്കാരുടെ 2026 പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. അത് മകൻ നക്ഷത്രത്തിൻ്റെ കാര്യമാണ്. ഇവർക്ക് വേഴം 11-ലും 2026 ജൂൺ 2-ന് ശേഷം വേഴം 12-ലും വരുന്ന ഒരു സമയമാണ്. ശനി 8-ലും രാഹു 7-ലും കേതു ജന്മരാശിയിലും നിൽക്കുന്ന ഒരു സമയം. അപ്പൊ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം അഭീഷ്ടകാര്യ സിദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അഭീഷ്ടകാര്യ സിദ്ധി ഉണ്ടാകും ഇവരെ സംബന്ധിച്ച്. കാര്യസിദ്ധി അല്ലെങ്കിൽ കാര്യനേട്ടങ്ങൾ ഇവരെ സംബന്ധിച്ച് കിട്ടുന്നതാണ്. സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. വേഴം 11-ൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. 11 ശുഭസ്ഥാനമല്ലേ, ശുഭസ്ഥാനത്ത് ശുഭഗ്രഹം നിൽക്കുമ്പോൾ നല്ലതല്ലേ, തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ കിട്ടും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കർമ്മ പുരോഗതി ഉണ്ടാകും. ധാരാളം യാത്രകൾ ഇവർ ചെയ്യേണ്ടതായിട്ട് വരും. യാത്രാ അനുഭവങ്ങൾ ഇവർക്ക് ഗുണകരമാവുകയും ചെയ്യും. യാത്ര ചെയ്താൽ ആ യാത്ര ഗുണകരമാവുകയും ചെയ്യും. സ്ത്രീകൾക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ് ഈ 2026. അവരെന്താണാവോ ആഗ്രഹിച്ചിട്ടുള്ളത് അത് പലതും നേടാൻ അവർക്ക് കഴിയുന്ന ഒരു വർഷമാണ്.
ബന്ധുജനങ്ങളുമായി നല്ല സഹകരണം ഇവർക്കുണ്ടാവും. സുഹൃത്തുക്കൾ മൂലം നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും. ഇവർക്ക് സുഹൃത്തുക്കൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാവും. മാതൃഗുണം കിട്ടുന്ന ഒരു സമയമാണ്. മാതാവിൽ നിന്ന് ഗുണം കിട്ടുന്ന ഒരു സമയം, അല്ലെങ്കിൽ മാതൃജനങ്ങളുമായി നല്ല സഹകരിച്ച് മുന്നോട്ട് പോകാവുന്ന സമയമാണ്. കുടുംബസമാധാനം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. മനക്ലേശങ്ങളും മനോവിഷമങ്ങളും മാറുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ഈ മകം നക്ഷത്രക്കാരായ രാഷ്ട്രീയക്കാർക്ക് ഈ 2026 പല നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാവും. പൊതുപ്രവർത്തന രംഗത്ത് ഇവർക്ക് വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മത്സരങ്ങളിൽ വിജയിക്കാനും അതേപോലെ തന്നെ പല കാര്യങ്ങളിലും ഇവർ ചെന്ന് ഇടപെട്ടാൽ ആ ഇടപെടുന്ന കാര്യങ്ങൾ വിജയത്തിലെത്താനും ഇവർക്ക് കഴിയുന്ന ഒരു വർഷമാണ് ഈ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചും നേട്ടങ്ങൾ ഉണ്ടാവുന്ന വർഷമാണ്. 2026 ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പള വർധനവും പ്രമോഷനും അതേപോലെ തന്നെ ജോലി സ്ഥിരതയും ഒക്കെ കിട്ടുന്ന ഒരു വർഷമാണ്. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ വിജയത്തിലെത്തുന്ന ഒരു വർഷമാണ്. ഈശ്വരാധീനം വർദ്ധിക്കാൻ ക്ഷേത്ര ദർശനം പതിവായി നടത്തുന്നത് വളരെ നല്ലതാണ്. സത്യസന്ധതയും ഈശ്വരചിന്തയും ഇവർ മുറുകെ പിടിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ 2026 ഇവർക്ക് അഭീഷ്ടസിദ്ധി തന്നെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. ഈശ്വരാധീനത്താൽ ചെയ്യുന്ന പ്രവർത്തികൾ ഫലപ്രാപ്തി കൂടുതൽ കിട്ടും. ഇപ്പൊ വേഴത്തെ കൊണ്ട് പല ഉപകാരങ്ങളും പല നേട്ടങ്ങളും ഈ മകം നക്ഷത്രക്കാർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർക്ക് വേഴം 11-ലും 2026 ജൂൺ 2 ശേഷം വേഴം 12-ലും വരുന്ന ഒരു സമയമാണ്. ശനി 8-ലും രാഹു 7-ലും കേതു ജന്മത്തിലും വരുന്ന ഒരു സമയമാണ്. ഇവരുടെ ജന്മരാശി ചിങ്ങൻ രാശിയാണല്ലോ. അപ്പൊ ഈ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് അതിൽ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേഴം 11-ലാണ് തുടക്കത്തിൽ വരുന്നത്. അത് വളരെ ഗുണകരമാണ്. കാരണം 11-ലെ വേഴം ശുഭസ്ഥാനമല്ലേ, ശുഭസ്ഥാനത്ത് നിൽക്കുന്നത് ഉത്തമമാണ്. വേഴത്തിനെ കൊണ്ട് ഗുണമുണ്ടാവും. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു വർഷവും കൂടിയാണ്. ആരോഗ്യപരമായി ഗുണം കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. അഭീഷ്ടപരമായ പല കാര്യങ്ങളും ഇവർക്ക് നടക്കാവുന്നതാണ്. ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയവും കർമ്മപുഷ്ടിയും ഉണ്ടാകുന്ന ഒരു വർഷമാണ്. സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുന്ന വർഷമാണ്. മനസ്സിൽ സന്തോഷവും മനസ്സമാധാനവും മനക്ലേശങ്ങൾ കിട്ടുന്നതുമായ കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. കുടുംബസൗഖ്യവും ഗ്രഹപുഷ്ടിയും കുടുംബക്ഷേമവും കുടുംബ ഐശ്വര്യവും ഇവർക്ക് കിട്ടുന്ന ഒരു സമയമാണ്. ബന്ധുജന സമാഗമങ്ങൾ ഉണ്ടാകും. അകലെയുള്ള ബന്ധുക്കൾ ഇവരെ തേടി വരാനും അവരുമായി ഒത്തൊരുമിച്ച് പോകാനും ഒക്കെ ഒരു നല്ല സമയങ്ങൾ അവരുമായി ചെലവഴിക്കാനൊക്കെ ഇവർക്ക് സാധിക്കുന്നതാണ്. പിതൃസ്വത്തിൻ്റെ അവകാശം നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. പിതാവ് വഴി ഇവർക്ക് എന്തെങ്കിലും ഗുണാനുഭവങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വത്തുവകകൾ വീതിച്ച് കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം കിട്ടാവുന്ന ഒരു വർഷമാണ്. പിതൃസ്വത്തിൻ്റെ അവകാശം കിട്ടും. കൂടാതെ മാതൃഗുണം ഉണ്ടാകുകയും ചെയ്യും. മാതാവിൽ നിന്നും അല്ലെങ്കിൽ മാതൃജനങ്ങൾ വഴി ഇവർക്ക് നേട്ടങ്ങളും ഉണ്ടാവും. സഹോദര ഗുണം കിട്ടുന്ന ഒരു വർഷമാണ്. സഹോദരന്മാരിൽ നിന്നും സഹായങ്ങളും അതേപോലെ തന്നെ നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളുമായി സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്ന വർഷമാണ്. അതായത് സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാവുന്ന ഒരു വർഷമാണ്. കുടുംബമൊന്നിച്ച് ഉല്ലാസയാത്ര പോകാനും
ക്ഷേത്ര ദർശനം നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇവരെ സംബന്ധിച്ച് 2026 കഴിയുന്നതാണ്. പുണ്യക്ഷേത്ര ആരാധന ആവശ്യമായി വരുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. ഈശ്വരപ്രീതിയും ക്ഷേത്ര വഴിപാടുകളും ഇവരെ സംബന്ധിച്ച് ചെയ്താൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടാൻ അതുവഴി കഴിയുന്നതാണ്. പുരോഗതിയും അതേപോലെ തന്നെ ഭാഗ്യ നേട്ടങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്ന വർഷമാണ്. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാൻ ഇവർക്ക് കഴിയും. വീട്ടിൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാനും അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനും ഇവർക്ക് കഴിയുന്ന ഒരു വർഷമാണ്. ഈ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഗുണകരമാണ് എന്ന് തന്നെ പറയാം. ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു സമയങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാവും ഈ വർഷം. പൊതുവേ നല്ല ഒരു വർഷമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം. ഉത്രം നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലം. ഈ നക്ഷത്രക്കാർ 2 കൂറിലാണ് വരുന്നത്. ഉത്രം കാല് ചിങ്ങക്കൂറിലും ഉത്രം മുക്കാൽ കന്നിക്കൂറിലും വരുന്ന ഒരു സമയമാണ്. ഇവരിൽ ചിങ്ങക്കൂറിന് കൂടുതൽ ഗുണമുള്ള ഒരു സമയമാണ് കാണുന്നത്. കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. ഇവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളിൽ സിദ്ധി ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഇവർ വിചാരിച്ച പല കാര്യങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. മംഗളപരമായ പല കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് നടക്കും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ഒക്കെ അവസരങ്ങൾ വരുന്നതാണ്. കുടുംബത്തിൽ പുരോഗതിയും ഉന്നതിയും ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമാണ്. സ്ത്രീകൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്ന വർഷമാണ്. അവരാഗ്രഹിച്ചിരുന്ന ഒരു ജോലി കിട്ടാൻ അവർക്ക് തീർച്ചയായിട്ടും കഴിയുന്ന ഒരു വർഷമാണ്. കാര്യപ്രാപ്തിയും സ്വയം പ്രയത്നവും ഇവർക്ക് കൂടുന്ന ഒരു സമയമാണ്. പിതൃസ്വത്തിന് അവകാശം വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ്. അതായത് പിതാവിൽ നിന്നും സ്വത്ത് കിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിതൃക്കളിൽ നിന്നും സ്വത്തുക്കൾ കിട്ടാൻ ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള പിതൃസ്വത്തിന് അവകാശം വരുന്ന ഒരു സമയമാണ്. പൊതുപ്രവർത്തകർക്ക് ഗുണവും ഗുണാധിക്യവും കിട്ടുന്ന ഒരു സമയമാണ്. സ്ഥാനമാനങ്ങളും പുരസ്കാരങ്ങളും അനുമോദനങ്ങളും കിട്ടുന്ന ഒരു വർഷമാണ് പൊതുപ്രവർത്തകർക്ക് ഈ വർഷം. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ കിട്ടുന്ന, അവർ മത്സരിക്കുന്ന സ്ഥാനങ്ങളിൽ മത്സരങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് 2026. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും എല്ലാം നല്ല ഒരു സമയമായിരിക്കും 2026. പ്രവർത്തികളിൽ വിജയവും കർമ്മരംഗത്ത് പുഷ്ടിയും ഉണ്ടാവുന്ന ഒരു വർഷമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഗ്രഹപുഷ്ടിയും ഉണ്ടാകുന്ന സമയമാണ്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇവരെ സംബന്ധിച്ച് നടക്കുന്ന വർഷമാണ്. സൗഭാഗ്യവും സമ്പത്തും കിട്ടുന്ന വർഷമായി ഇതിനെ കാണാം. ധനപരമായി ഉയർച്ച ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഇവർക്കുണ്ടാവും. ബന്ധുജനം കിട്ടുന്ന ഒരു സമയമാണ്. ബന്ധുക്കളെ സംബന്ധിച്ച് ഇവർക്ക് ഗുണകരമാണ്. ബന്ധുക്കളിൽ നിന്ന് ഗുണകരമായ അവസ്ഥയുണ്ടാവും. മാതൃജന സഹകരണം കിട്ടുന്ന ഒരു വർഷമാണ്. ഐശ്വര്യവും ഈശ്വരപ്രീതിയും ഇവർക്ക് ഉണ്ടാകും. യാത്രകൾ ചെയ്യേണ്ടതായിട്ടും വരും. ഇവർ ഉല്ലാസയാത്ര പോകാനും കുടുംബ സംബന്ധമായി നല്ല സമയങ്ങൾ ചെലവഴിക്കാനും ഇവരെ സംബന്ധിച്ച് അവസരങ്ങൾ വന്നു ചേരും. യാത്രകൾ ഗുണകരമാവുകയും ചെയ്യും. അപ്പം ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും
ഗുണാധിക്യം തന്നെ കൂടുതൽ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച്. അത്തം നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലം. ഇവർക്ക് വേഴം 10-ലും 2026 ജൂൺ 2-ന് ശേഷം വേഴം 11-ലും ശനി 7-ലും രാഹു 6-ലും കേതു 12-ലും വരുന്ന ഒരു ഗോചര സമയമാണ് ഈ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 2026. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ് ഈ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026. എന്നാലും ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം കൂടുതൽ കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇവർക്ക് വിജയമുണ്ടാകുന്ന ഒരു വർഷം. കർമ്മരംഗത്ത് പുരോഗതിയും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ശുഭകാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ഈ വർഷം. പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കാര്യനേട്ടങ്ങൾ തന്നെ ഇവർക്ക് ഉണ്ടാവും. പ്രവൃത്തി ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. കർമ്മപുഷ്ടിയും കർമ്മരംഗത്ത് വിജയങ്ങളും ഉണ്ടാവുന്ന വർഷം. കാര്യപ്രാപ്തി ഉണ്ടാവും. ചെയ്യുന്ന പ്രവൃത്തികളിൽ ആത്മവിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യുന്ന വർഷം. അന്യരുടെ സഹായം കിട്ടാൻ സാധിക്കുന്ന ഒരു വർഷം. അതായത് പല വിധത്തിൽ ഇവരുടെ സ്വന്തക്കാരല്ലാത്ത ആൾക്കാരിൽ നിന്ന് തന്നെ ഇവർക്ക് സഹായങ്ങൾ കിട്ടുന്ന വർഷം കൂടിയാണ്. സുഹൃത്തുക്കളിൽ നിന്ന് പ്രതീക്ഷിച്ച ഗുണം ഇവർക്ക് കിട്ടിയില്ല എന്ന് വരും. പല കാര്യങ്ങളിലും കഠിന പ്രയത്നം ചെയ്യേണ്ട അവസ്ഥയും ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഈ വർഷം. ശത്രുശല്യം നേരിടേണ്ടതായിട്ടും വരും. ബന്ധുക്കളിൽ ചിലരുടെ അപ്രീതി കിട്ടാനും ഇടയാവുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് പ്രവർത്തന ഗുണം ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. എന്നിരുന്നാലും പൊതുപ്രവർത്തനത്തിൽ തന്നെ രാഷ്ട്രീയക്കാർക്ക് നേട്ടം കിട്ടാവുന്ന ഒരു വർഷം കൂടിയാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളിൽ വിജയമുണ്ടാകാനായിട്ടുള്ള വർഷമാണ്. കലാകാരെ സംബന്ധിച്ച് അല്പം പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ഇവർക്ക് സാധിക്കാതെ വരികയും ചെയ്യും. കലാകാരന്മാരെ സംബന്ധിച്ച് കാര്യതടസ്സങ്ങൾ ഈശ്വരാധീനത്താൽ ഇവർക്ക് തരണം ചെയ്യാൻ കഴിയും. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപകടങ്ങളിൽ നിന്നും രക്ഷ നേടും ഇവർ. അപകടങ്ങളിൽ നിന്നും രക്ഷ നേടും. അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സൂക്ഷിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെടരുത്. ഈശ്വരാധീനത്താൽ മനപ്രയാസങ്ങൾ മാറിക്കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് ഈ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം. ചിത്തിര നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലം. ഈ നക്ഷത്രം 2 രാശികളിൽ നിൽക്കുന്ന നക്ഷത്രമാണ്. അത് 2 കൂറുകളിലാണ് ഈ നക്ഷത്രം വരുന്നത്. ചിത്തിര നക്ഷത്രം ചിത്തിര അര കന്നിക്കൂറിലും ബാക്കി തുലാക്കൂറിലുമാണ് വരുന്നത്. കന്നിക്കൂറുകാർക്ക് ഗുണം കുറഞ്ഞും തുലാക്കൂറുകാർക്ക് ഗുണം കൂടിയും കിട്ടുന്ന ഒരു വർഷമാണ്. എന്നിരുന്നാലും ഈശ്വരാധീനത്താൽ ഇവർക്ക് കാര്യനേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. വ്യാപാര വിജയം, വ്യാപാരങ്ങളിൽ, കച്ചവടങ്ങളിൽ, വ്യവസായങ്ങളിലെല്ലാം ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. സ്ത്രീകൾ വിചാരിക്കുന്ന കാര്യം നടക്കാൻ സാധിക്കും. ഇവർക്ക് പണം എന്നെവിടെ നിന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനായിട്ട് കുറച്ച് താമസം വരുന്ന ഒരു വർഷമായിരിക്കും. കടം വീട്ടാനുള്ളവർക്ക് കടം വീട്ടാൻ സാധിക്കുകയും ചെയ്യും. ഇടവേളകളില്ലാത്ത പ്രയത്നങ്ങൾ ഇവർക്ക് ആവശ്യമായി വരികയും ചെയ്യും. കുറച്ച് ഇടവേളകളില്ലാതെ പ്രയത്നിക്കേണ്ടിയും വരും. ഇവരെ സംബന്ധിച്ച് കാര്യവിജയങ്ങൾ ഉണ്ടാവും. കൃഷി ലാഭത്തിൽ വരുന്ന ഒരു വർഷവും കൂടിയാണ്. കൃഷിക്കാരെ സംബന്ധിച്ച് ഗുണകരമാണ്. അവർക്ക് കൃഷി ലാഭത്തിൽ വരുന്ന സമയമാണ്. അപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചും കച്ചവടക്കാരെ സംബന്ധിച്ചും ഒക്കെ വളരെ നല്ല സമയമാണ്.
ബന്ധുജന സഹകരണം കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ബന്ധുക്കളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വർഷം. ചില കാര്യങ്ങളിലൂടെ അകന്ന് നിൽക്കുന്ന ബന്ധുക്കളുണ്ടെങ്കിൽ അവർ അടുത്തു വരാനുള്ള അവസരങ്ങളും ഈ വർഷമുണ്ടാവും. ഉല്ലാസയാത്രകൾ പോകാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇടവരുന്ന സമയമാണ്. പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് തന്നെ ഇവർക്ക് സഹായം കിട്ടാനും ഇടവരും. യാത്രകൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമാവുന്ന വർഷമാണ്. ഗുരുക്കന്മാരെയും ഗുരുകാരണവന്മാരെയും വന്ദിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ അവസരങ്ങൾ വന്നു ചേരും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്ന വർഷമാണ്. മനസ്സന്തോഷം കിട്ടും, മനസ്സുഖം കിട്ടും, മനക്ലേശങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യുന്ന വർഷം. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. വാക്കുകളിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈശ്വരാധീനം വർദ്ധിക്കാനിടവരുന്ന കാര്യങ്ങൾ ചെയ്യുകയും വേണം. ശാന്തിയും സമാധാനവും അങ്ങനെ ഇവർക്ക് ഈ വർഷം ഈശ്വരാധീനത്താൽ നേടിയെടുക്കാൻ കഴിയുന്നൊരു വർഷമാണ്. ചോതി നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം. ഈ നക്ഷത്രക്കാർക്ക് വേഴം 9-ലും 2026 ജൂൺ 2-ന് ശേഷം വേഴം 10-ലും വരുന്ന ഒരു ഗോചര സമയം. എന്നാൽ ശനി 6-ലും രാഹു 5-ലും കേതു 11-ലും വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വേഴത്തിനെ കൊണ്ടും ശനിയെ കൊണ്ടും അതുകൂടാതെ കേതുവിനെ കൊണ്ടും ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. രാഹുവിൻ്റെ 5-ലെ നിൽപ്പ് മാത്രമേ ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. മറ്റ് ഗ്രഹങ്ങളെ സംബന്ധിച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. വേഴം 9-ൽ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ജൂണിന് ശേഷം വേഴം 10-ൽ കർമ്മഭാഗത്ത് വരുന്നുണ്ട്. കൂടാതെ ശനി 6-ൽ 3-6-11-ൽ നിൽക്കുന്ന ശനി ഗുണം ചെയ്യും. അപ്പോൾ ശനി 6-ലും പിന്നെ കേതു 11-ൽ ശുഭസ്ഥാനത്താണ്. 11-ൽ ശുഭസ്ഥാനത്ത് നിൽക്കുന്ന കേതു ഗുണം തരും. അപ്പോൾ പിന്നെ രാഹുവിൻ്റെ 5-ൽ നിൽപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഈ മൊത്തം നോക്കുമ്പോൾ വേഴഗ്രഹത്തെ കൊണ്ട് ഉള്ള ഗുണങ്ങൾ കൊണ്ട് ഇതെല്ലാം തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ഈ നക്ഷത്രക്കാർക്ക് ഗുണം കൂടുതൽ കിട്ടുന്ന വർഷമാണ്. നല്ല ജോലി കിട്ടാൻ ഇവരെ സംബന്ധിച്ച് നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള വർഷമാണ്. ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ജോലി കിട്ടാനും ഇനി ജോലിയുള്ളവർക്ക് തന്നെ അതിൽ പ്രമോഷനും അതുവഴി ശമ്പള വർധനവിനൊക്കെ കാരണങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ്. ഭാഗ്യാനുഭവങ്ങളും അതേപോലെ തന്നെ കർമ്മരംഗത്ത് പുരോഗതിയും ഉണ്ടാകുന്ന വർഷമാണ്. രാഹു 9-ലും 10-ലുമാണല്ലോ വരുന്നത്. ഒന്ന് കർമ്മഭാഗത്ത്, ഒന്ന് ഭാഗ്യസ്ഥാനത്ത്, ഇല്ലേ? തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയമാണ്. കുടുംബസുഖം കിട്ടുകയും കുടുംബസംബന്ധമായ കാര്യങ്ങളിൽ സുഖം കിട്ടുന്ന സമയമാണ്. സന്തോഷവും സമാധാനവും കുടുംബ ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു വർഷമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ജോലി കിട്ടാൻ ഇടയുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവർ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ജോലി കിട്ടാനും അതുകൂടാതെ അഭിവൃദ്ധിയും ശ്രേയസ്സും സ്ത്രീകൾക്കുണ്ടാകാൻ പറ്റുന്ന ഒരു വർഷമാണ്. സന്താനങ്ങൾക്കായി പണം ചെലവാക്കേണ്ട അവസ്ഥ വരും. ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്ന വർഷമാണ്. ആഭരണം വാങ്ങാൻ സാധിക്കും ഇവരെ സംബന്ധിച്ച്. ഗ്രഹാന്തരീക്ഷം സമാധാനപരമായി മുന്നോട്ട് പോകും. ഗ്രഹത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവും. പ്രതീക്ഷിക്കാതെ സമയത്ത് തന്നെ ഇവർക്ക് നേട്ടങ്ങൾ ഇവരുടെ കൈവശം വന്നു ചേരും. ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്ന വർഷമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 2026-ൽ മത്സരങ്ങളിൽ വിജയവും പരീക്ഷകളിൽ ഉന്നത സ്ഥാനം കിട്ടാനും അവസരങ്ങൾ കിട്ടുന്നതാണ്. സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് ഗുണമുള്ള വർഷമാണ്. അവർക്ക് ജോലി കിട്ടാനൊക്കെ സാധിക്കുന്നതാണ്. മനസ്സമാധാനവും ശ്രേയസ്സും ഉണ്ടാകും ഇവരെ സംബന്ധിച്ച്.
ഈശ്വരപ്രീതിയും അനുകമ്പയും ഇവർക്ക് കിട്ടും. ക്ഷേത്രാരാധനയും വഴിപാടുകളും നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടി ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടിക്കിട്ടുന്ന ഒരു വർഷമായിരിക്കും. പൊതുവെ നോക്കിയാൽ ചോതി നക്ഷത്രക്കാർക്ക് 2026 വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു വർഷമായിരിക്കും. വിശാഖം നക്ഷത്രക്കാർ 2 രാശികളിൽ വരുന്ന നക്ഷത്രക്കാരാണ്. 2 കൂറുകളിലാണ് ഇവരെ നക്ഷത്രം വരുന്നത്. വിശാഖം 1/4 ഭാഗം തുലാക്കൂറിലും വിശാഖം 1/4 ഭാഗം വൃശ്ചികക്കൂറിലുമാണ് വരുന്നത്. തുലാക്കൂറുകാർക്ക് വളരെ ഗുണകരമാവുന്ന ഒരു വർഷമാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അത്തരം ഗുണാനുഭവങ്ങൾ കിട്ടാനും ഇടയില്ല. ഇവരെ സംബന്ധിച്ച് ഗോചരപരമായിട്ട് 4 ഗ്രഹങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗോചരഫലം കിട്ടുന്നതാണ്. അതായത് വ്യാഴം, ശനി, രാഹു, കേതു ഇവരാണ് ഓരോ രാശികളിലും കൂടുതൽ സമയം നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഗോചരഫലം ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെയൊക്കെ കിട്ടുമെന്ന് നോക്കാം. തുലാക്കൂറുകാർക്ക് ഗുണം കൂടിയും വൃശ്ചികക്കൂറുകാർക്ക് ഗുണം കുറഞ്ഞുമാണെന്ന് ഞാൻ പറഞ്ഞു. ഇവരെ സംബന്ധിച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ കുടുംബജീവിതം സന്തുഷ്ടകരമായിരിക്കും ഇവരുടെ 2026. ഗാർഹികവും ആത്മീയവുമായ പ്രവർത്തികളിൽ ഇവർ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ജനങ്ങളുടെ പിന്തുണ കിട്ടുന്ന വർഷമാണ് ഈ വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അവർ ഏത് കൂറിലാണെങ്കിലും അവരെ സംബന്ധിച്ച് ജനങ്ങളുടെ പിന്തുണ, അതായത് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കലാകാരന്മാർക്ക് ശ്രേയസ്സും അംഗീകാരങ്ങളും അനുമോദനങ്ങളും കിട്ടുന്ന ഒരു വർഷമാണ് ഇത് കലാകാരന്മാരെ സംബന്ധിച്ച്. ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കും കലാകാരന്മാർക്കും ഒക്കെ വളരെ നല്ല ഒരു സമയമാണ്. പ്രവർത്തികളിൽ വിജയവും കാര്യപ്രാപ്തിയും കിട്ടുന്ന ഒരു വർഷമാണ്. യാത്രകൾ ചെയ്യേണ്ടതായ വർഷവും കൂടിയാണ്. ഒത്തിരി യാത്രകൾ ഇവർക്ക് ഈ വർഷം ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ആ യാത്രകൾ പലതും ഇവർക്ക് ഗുണകരമായി മാറുകയും ചെയ്യും. വിവാഹ സംബന്ധമായ കാര്യത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ ഈ വർഷം ഇവർക്ക് കഴിയുന്നതാണ്. ധാർമ്മികമായ കാര്യത്തിന് പണം ചെലവഴിക്കും. അതായത് ധർമ്മപരമായ കാര്യങ്ങളിൽ, ധാർമ്മികമായ കാര്യങ്ങളിൽ പണം ചെലവഴിക്കാനുള്ള അവസരം വരും. ഉദ്യോഗസ്ഥ തലങ്ങളിൽ മാറ്റങ്ങൾ, ഉദ്യോഗസ്ഥരിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്ക് പ്രമോഷനും സ്ഥാനമാനങ്ങളിൽ മാറ്റങ്ങളും ഉണ്ടാവും. അവരെ സംബന്ധിച്ച് ശമ്പള വർധനവിനും, സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് ശമ്പള വർധനവിനും സാധ്യത കാണുന്നുണ്ട്. പ്രമോഷനും സ്ഥാനക്കയറ്റവും ഇവർക്ക് സാമാന്യേന ഉണ്ടാവുന്ന വർഷമാണ്. മംഗളകർമ്മങ്ങൾ നടക്കുന്ന വർഷമാണ് ഇവരെ സംബന്ധിച്ച്. അനാവശ്യമായ ചിലവുകൾ ഇവർ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വർഷമാണ്. തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ്. അനാവശ്യമായി പല കാര്യങ്ങളിലും ഇവർ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. എപ്പോൾ ചെയ്താലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാവും. ഈശ്വരാധീനവും അതേപോലെ തന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇവർക്ക് ഇടവരുന്ന ഒരു വർഷമാണ്. അനിഴം നക്ഷത്രക്കാരുടെ 2026 പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് വ്യാഴം 8-ലും 2026 ജൂൺ 2-ന് ശേഷം വ്യാഴം 9-ലും വരുന്ന ഒരു സമയമാണ്. ശനി 5-ലും രാഹു 4-ലും കേതു 10-ലും വരുന്നതാണ്. അപ്പം അതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണവും ഉണ്ടാവും, ദോഷവും ഉണ്ടാവും. ഈ 2026 ഗുണം മാത്രം കിട്ടുകയില്ല, ദോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ദോഷം മാത്രം കിട്ടുകയില്ല, ഗുണവും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി സമ്മിശ്രമായ
കാര്യങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത്. പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നൊരു വർഷം കൂടിയാണ്. ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അത് കിട്ടുമെന്ന്, എന്നാൽ അത് നേടിയെടുക്കാൻ കഴിയുന്ന വർഷം. പ്രതീക്ഷിക്കാതെ തന്നെ ചില ദോഷങ്ങളും കടന്നു വരുന്ന സമയമാണ്. ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഉണ്ടാവില്ല ആ ദോഷാനുഭവം ഉണ്ടാവും. എന്നാൽ അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങളും, അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ചില ദോഷങ്ങളും ഇവർക്ക് ഈ വർഷം കടന്നു വരും. സാമ്പത്തികമായി പുരോഗതി ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തികപരമായി ധനപരമായി ഒക്കെ ഇവരെ സംബന്ധിച്ച് പുരോഗതിയുള്ള ഒരു വർഷമാണ്. കുടുംബസമാധാനം ഇവരെ സംബന്ധിച്ച് കിട്ടും. പ്രവർത്തികളിൽ വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. എന്നാൽ കഠിന പ്രയത്നം ഇവർക്ക് ആവശ്യമായി വരികയും ചെയ്യും. സ്വന്തക്കാർ പോലും അകന്നു നിൽക്കുന്ന അവസ്ഥ ഉണ്ടായെന്ന് വരും. ഇവരുടെ സ്വന്തക്കാരെ അവർ തന്നെ ചിലപ്പോൾ ഇവരിൽ നിന്ന് അകന്നു പോകാൻ സാധ്യത ഉണ്ട്. മാതൃജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഇവർക്ക് കിട്ടാതെ പോകും. അമ്മ വഴി ഉള്ള ബന്ധുജനങ്ങളിൽ നിന്ന് ഇവർക്ക് പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ കിട്ടാണ്ട് പോകുന്ന അവസ്ഥയും ഉണ്ടാകും. ഇവർ കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാനും സന്തോഷകരമായ അവസരങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് കഴിയുന്നതാണ് ഈ വർഷം. വിനോദയാത്രയ്ക്ക് പോകാൻ ഇവർക്ക് കഴിയുന്നതാണ്. വിനോദയാത്ര പോകും, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും, പുണ്യദേവാലയങ്ങൾ സന്ദർശിക്കാനും ഇവർക്ക് ഈ 2026 അവസരം വന്നു ചേരും. വേഴം 9 വരുന്ന സമയത്ത് അനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു സമയവും കൂടി ഉണ്ടാവും ഇവരെ സംബന്ധിച്ച്. വേഴം 9 വരുന്ന സമയം, അതായത് വർഷത്തിൻ്റെ തുടക്കം തന്നെ വേഴം 9 അപ്പോൾ വേഴത്തെ കൊണ്ട് ഗുണകരമായ മാറ്റങ്ങൾ, ഗുണകരമായ അവസ്ഥ, സാമ്പത്തിക നേട്ടങ്ങൾ, ശ്രേയസ്, പുരോഗതി, ഇതെല്ലാം വേഴത്തെ കൊണ്ട് ഇവർക്ക് കിട്ടും. വേഴം സർവേശ്വരകാരകനാണ്. വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും. അതുപോലെ തന്നെ വേഴം ധനകാരകനാണ്. അപ്പം ധനസംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും വേഴത്തെ കൊണ്ട് കഴിയുന്നതാണ്. ക്ഷേത്രാരാധനയും വഴിപാടുകളും നടത്തി ഈശ്വരപ്രീതി നേടാൻ ഇവർ ശ്രദ്ധിക്കണം. ഭാഗ്യക്കുറിയും ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് കിട്ടും. ഈ വേഴം 9 നിൽക്കുന്ന സമയത്ത് ഈശ്വരപ്രീതി നേടാൻ ഇവർക്ക് കഴിയുന്നതാണ്. സമാധാനപൂർവമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർ ശ്രദ്ധിക്കണം. എടുത്തുചാട്ടം ഒന്നിലും നല്ലതല്ല. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ മിതത്തോടുകൂടി പ്രയോഗിക്കണം. അനാവശ്യമായ കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാനും നിൽക്കരുത്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പുതുവർഷഫലം. ഇവർക്ക് വേഴം 8 2026 ജൂൺ 2 ശേഷം വേഴം 9 വരുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ശനി 5 രാഹു 4 കേതു 10 വരുന്നുണ്ട്. ഗോചരപരമായിട്ട് 4 ഗ്രഹങ്ങളാണ് മെയിനായിട്ട് ഗോചരഫലം കൂടുതൽ തരുന്നത്. അതൊന്ന് വേഴവും, ഒന്ന് ശനിയും, ഒന്ന് രാഹു, ഒന്ന് കേതുവും. അപ്പോൾ വേഴം വർഷാദ്യത്തിൽ വേഴം 8 ജൂണിന് ശേഷം വേഴം 9 ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ്. അത് ഇവർക്ക് നേട്ടങ്ങൾ പലതും കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. 9 വേഴം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ 9 വേഴത്തെ കൊണ്ട് മറ്റ് ഗ്രഹങ്ങളിലെ ദോഷങ്ങളും ഇവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് വേഴം എന്ന ഗ്രഹം സർവേശ്വര ഗ്രഹമാണ്. ഈ സർവേശ്വര ഗ്രഹം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും എന്ന് ജ്യോതിഷത്തിൽ ഒരു ആപ്തവാക്യമുള്ളതാണ്. അപ്പം അതുകൊണ്ട് കഴിയുന്നതും വേഴത്തെ പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ 2026
ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ദോഷാനുഭവങ്ങൾ അവർക്ക് വന്നാൽ തീർച്ചയായിട്ടും അതിന് അവർക്ക് വേഴത്തെ കൊണ്ട് ആ കാര്യം നേടിയെടുക്കാൻ സാധിക്കും. വേഴത്തെ പ്രസാദിപ്പിക്കുക. വേഴത്തെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ വേഴത്തിൻ്റെ ദേവന്മാരെ പ്രസാദിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ നവഗ്രഹ പൂജ വഴി മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം അനുഗ്രായുസ്സുകൾ നേടാം. അങ്ങനെയൊക്കെ ചെയ്താൽ മറ്റ് ദോഷാനുഭവത്തിൽ നിന്ന് ഇവർക്ക് മുക്തി കിട്ടുന്നതാണ്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത്. ഈ വർഷം ഇവരെ സംബന്ധിച്ച് വിചാരിക്കാത്ത സമയത്ത് ചില ഗുണാനുഭവങ്ങളും ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമാണ്. അതുപോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദോഷാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് വന്നു ചേരും. എന്നാൽ വർഷാവസാനം ഗുണം കൂടുതൽ കിട്ടുന്ന നല്ല സമയങ്ങളും ഇവർക്ക് വരും. കാരണം വേഴം ജൂണിന് ശേഷം ഭാഗ്യസ്ഥാനത്തേക്കാണല്ലോ വരുന്നത്, ഇല്ലേ? 9 ഭാഗ്യസ്ഥാനത്തേക്കാണ് വേഴം വരുന്നത്. തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ജൂണിന് ശേഷം കൂടുതൽ കിട്ടുന്ന ഒരു വർഷമാണ്. ഈശ്വര പ്രാർത്ഥനകൾ നിമിത്തം ദോഷാനുഭവങ്ങൾ ഇവർക്ക് കുറയുന്നതാണ്. ഇവർ ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും നടത്തിയാൽ ഇവരുടെ ദോഷാനുഭവത്തിൽ നിന്ന് ഇവർക്ക് മോചനം കിട്ടുന്നതാണ്. പൂർവിക സ്വത്ത് ഇവർക്ക് കിട്ടാൻ ഇടവരുന്ന വർഷമാണ്. തൊഴിൽപരമായ മേഖല പുഷ്ടിപ്പെടുന്ന സമയമാണ്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന വർഷമാണ്. പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാർക്ക് 2026 ശമ്പള വർധനയും അതേപോലെ തന്നെ തൊഴിലിൽ പ്രമോഷനും കിട്ടാനായിട്ടുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് കൃഷി ലാഭത്തിലാക്കാനുള്ള കർമ്മ പരിപാടികൾ ഇവർ ആസൂത്രണം ചെയ്യും. ഈ കൃഷിക്കാരെ സംബന്ധിച്ച്, ഈ നക്ഷത്രക്കാരായ കൃഷിക്കാർ മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്ന വാർത്തകൾ കേൾക്കാനും ഇടവരും ഇവരെ സംബന്ധിച്ച്. എന്നാൽ ചില സമയങ്ങളിൽ മനസ്സിന് സ്വസ്ഥത കുറയുന്ന പലവിധ പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിലും അതിലൊന്നും ചെന്ന് ഇടപെടാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് മനസ്സിന് സ്വസ്ഥത കുറയുന്ന പലവിധ പ്രശ്നങ്ങളിൽ ഇടപെടാതെ നോക്കണം. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. ശത്രുദോഷം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇവർ സ്വീകരിക്കും. യാത്രകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായി ഇവർ ശ്രമിക്കും. യാത്ര സംബന്ധമായ കാര്യങ്ങളിൽ പരമാവധി പ്രയോജനം ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നതാണ്. വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ഈശ്വരാധീനം വർദ്ധിക്കാൻ അതിന് സഹായിക്കും. മനസ്സും ശരീരവും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ഇവരെ സംബന്ധിച്ച് കഴിയുന്നതാണ്. അപ്പോൾ വേഴത്തെ കൊണ്ട് മറ്റ് ദോഷങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ 2026 തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു വർഷമായിരിക്കും. മൂലം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം. ഇവർക്ക് വേഴം 7-ലും 2026 ജൂൺ 2 ശേഷം വേഴം 8-ലും വരുന്ന ഒരു സമയമാണ്. വേഴൻ രാശി മാറും. ജൂണിൽ വേഴൻ രാശി മാറുന്നുണ്ട്. അപ്പോൾ വർഷത്തിൻ്റെ തുടക്കത്തിൽ നിൽക്കുന്ന വേഴം പിന്നീട് രാശി മാറി 8-ലേക്ക് വരും. 7-ൽ നിൽക്കുന്ന വേഴം ശനി 4-ലും രാഹു 3-ലും കേതു 9-ലും വരുന്ന സമയമാണ്. ഈ ഗോചര സമയമാണ് ഞാനീ പറഞ്ഞത്. 4 ഗ്രഹങ്ങളുടെ ഗോചരഫലമാണ് കൂടുതലും ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നത്. ഈ 2026 ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണമുള്ള ഒരു വർഷമായിട്ടാണ് നമുക്ക് കാണാം. വേഴം 7-ൽ, വർഷത്തിൻ്റെ തുടക്കം തന്നെ വേഴം 7-ലല്ലേ? വേഴ് നല്ല സ്ഥാനമാണ്. അപ്പോൾ കേന്ദ്രസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. അപ്പോൾ വേഴത്തെ കൊണ്ട് ഗുണമുണ്ടാവും. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഗുണമുള്ള ഒരു വർഷമാണെന്ന് ഞാൻ പറഞ്ഞു. കർമ്മരംഗത്ത് പുരോഗതിയും തൊഴിൽ വിജയങ്ങളും ഉണ്ടാവുന്ന ഒരു സമയം ഇവർക്ക് ഈ 2026 വന്നു ചേരും. കുടുംബസൗഖ്യം കിട്ടുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക മേന്മ ഉണ്ടാവുന്ന വർഷമാണ്. സ്ത്രീകൾ അവർ ചെയ്യുന്ന പ്രവൃത്തികളിലും കലാരംഗത്തും ശോഭിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നേട്ടം കൂടുതലുണ്ടാവുന്ന വർഷം. പൊതുപ്രവർത്തകർക്കും അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവും 2026.
രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് മത്സരങ്ങളിൽ വിജയങ്ങളും അനുയായികളുടെ ഗുണം കിട്ടാനും അവരുടെ ആദരവും പ്രശംസയും കിട്ടാനും രാഷ്ട്രീയക്കാർക്ക് ഇടവരുന്നതാണ്. ദീർഘകാലമായി അനുഭവിക്കുന്ന രോഗത്തിന് ശമനമുണ്ടാകാനും ഈ മൂലം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തികമായി നില മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും ഇവരുടെ. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവർ ശ്രമിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ഇടയുണ്ട്. പ്രവർത്തികളിൽ വിജയവും പുരോഗതിയും ഇവർക്കുണ്ടാകും. കർമ്മപുഷ്ടിയും കർമ്മപുരോഗതിയും ഇവരെ സംബന്ധിച്ചുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം കിട്ടുന്ന ഒരു വർഷമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള മത്സരങ്ങളിൽ ഏർപ്പെട്ടാൽ അതിലെല്ലാം വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇവർക്ക് വിദ്യാഗുണം കിട്ടുന്ന വർഷം. പരീക്ഷകളിൽ ഉന്നത മാർക്ക് വാങ്ങാനൊക്കെ ഇവർക്ക് കഴിയും. ഈ നക്ഷത്രക്കാർ ഈ വർഷം ഉല്ലാസയാത്ര പോകാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥന നടത്താനും ഒക്കെ ഇവർക്ക് കഴിയുന്നൊരു വർഷമായിരിക്കും. സമാധാനവും സന്തോഷവും കുടുംബൈശ്വര്യവും ഇവരെ തേടി വരുന്ന ഒരു വർഷവും കൂടിയാണ്. ഈശ്വരാധീനം വർദ്ധിക്കാൻ ഇവർ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. പൂരാട നക്ഷത്രത്തിൻ്റെ ഫലം. ഇവർക്ക് വേഴം 7-ലും 2026 ജൂൺ 2 ശേഷം വേഴം 8-ലും വരുന്ന ഒരു സമയമാണ്. ശനി 4-ലും രാഹു 3-ലും കേതു 9-ലും വരുന്ന സമയമാണ്. ഗോചരപരമായിട്ട് ഈ 4 ഗ്രഹങ്ങൾ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കും എന്ന് പറയാം. ഈ 4 ഗ്രഹങ്ങൾ വേഴം, ശനി, രാഹു, കേതു. മറ്റ് ഗ്രഹങ്ങളും സ്വാധീനിക്കുമെങ്കിലും ഈ 4 ഗ്രഹങ്ങളാണ് പ്രധാനമായും ഗോചര ഫലത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച്, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഗുണപരമായാണ് കാര്യങ്ങൾ കാണുന്നത്. ജോലി സ്ഥിരതയും അംഗീകാരവും കിട്ടുന്ന ഒരു വർഷമാണ് ഇവർക്ക്. ജോലി സ്ഥിരത കിട്ടും, അംഗീകാരങ്ങൾ കിട്ടും, പ്രശംസ കിട്ടും, പ്രമോഷൻ കിട്ടും. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് സ്ഥാന കയറ്റങ്ങൾ കിട്ടും, സ്ഥാനമാനങ്ങൾ കിട്ടും, ശമ്പള വർധനയുണ്ടാവും. പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് ശമ്പള വർധന കിട്ടുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക നിലവാരം ഉയർന്ന ഒരു നിലവാരമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഈ വർഷം. പ്രതീക്ഷിക്കാത്ത പണം കയ്യിൽ വരുന്ന ഒരു സന്തോഷാനുഭവങ്ങളും ഇവർക്കുണ്ടാവും. പ്രതീക്ഷിക്കാതെ തന്നെ ഇവരുടെ കയ്യിൽ പണം വന്ന് ചേരും. സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമാണ്. ദീർഘനാളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവർക്ക് ഓരോന്നായി ഒഴിഞ്ഞു പോകുന്ന ഒരു വർഷമാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ജോലി കിട്ടാൻ കഴിയുന്നൊരു വർഷമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക്, ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങൾ കിട്ടുന്ന ഒരു വർഷം. അതാണ് ശമ്പള വർധനയും അതേപോലെ തന്നെ സ്ഥാനമാന ലബ്ധിയും ഇവർക്ക് കിട്ടും. സ്ത്രീകളെ സംബന്ധിച്ച് നേട്ടങ്ങൾ കൈവരുന്ന ഒരു വർഷമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് നേട്ടങ്ങൾ കൈവരും. സ്വയം തൊഴിൽ രംഗത്ത് വിജയിക്കുന്ന ഒരു വർഷമാണ് ഇവർ. അതായത് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് ആ തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. കുടുംബസൗഖ്യം കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ഉല്ലാസകരമായ യാത്ര പോകാൻ ഇടവരുന്നതാണ്. ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാൻ ഈ പൂരാട നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ് ഈ വർഷം. പ്രവൃത്തികളിൽ ഉന്നതമായ വിജയം ഇവർക്കുണ്ടാവും. കർമ്മപുഷ്ടിയുണ്ടാകും. കാര്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. കലാകാരന്മാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് ഇത്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്, പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് എല്ലാം ഗുണകരമായ ഒരു വർഷമാണ് ഈ
2026. രാഷ്ട്രീയക്കാർക്ക് മത്സരങ്ങളിൽ വിജയമുണ്ടാവുന്ന വർഷവും കൂടിയാണ്. അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ അവർക്ക് അനുയായികളുടെ പിന്തുണ കിട്ടുന്ന വർഷവും കൂടിയാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്. കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാനും ഈ സമയം ഇവർക്ക് കഴിയുന്നതാണ്. ചില പ്രവർത്തികളിൽ അസാമാന്യമായ ചില ബുദ്ധിവൈഭവം ചില സമയങ്ങളിൽ ഇവർ പ്രകടിപ്പിക്കും. ബന്ധുജനങ്ങളിൽ നിന്ന് സഹകരണങ്ങൾ കിട്ടും ഇവരെ സംബന്ധിച്ച്. സുഹൃത്തുക്കൾ വഴി സഹായങ്ങൾ കിട്ടുന്ന വർഷമാണ്. ഈശ്വരാധീനം വർദ്ധിക്കാൻ വഴിപാടുകൾ നടത്തി അത് പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ 2026 പൂരാടം നക്ഷത്രക്കാർക്ക് ഗുണകരമാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉത്രാടം നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത്. ഈ നക്ഷത്രക്കാർ 2 രാശികളിലായി വരുന്ന നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം. അതായത് ഉത്രാടം 4 ധനുക്കൂറിലും ഉത്രാടം 3/4 മകരക്കൂറിലും ആണ് വരുന്നത്. ഈ നക്ഷത്രം ധനുക്കൂറിന് ഗുണവും മകരക്കൂറിന് ഗുണദോഷ സമ്മിശ്രവുമായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. ഇവരെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വരും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ സമയം ചെലവഴിക്കും. ധാരാളം യാത്രകൾ നടത്താൻ ഇടവരും. ഇവരെ സംബന്ധിച്ച് ദീർഘയാത്രകൾ പോകാനുള്ള അവസരങ്ങൾ ഇവരെ സംബന്ധിച്ച് വരും. പുണ്യസ്ഥലങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കാനും ഇവർക്ക് ഇടവരും. സ്ത്രീകൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ടും അവസരങ്ങൾ ഈ സ്ത്രീകൾക്ക് വന്നു ചേരുന്നതാണ്. അതായത് ആത്മീയ കാര്യങ്ങളിൽ സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു വർഷമാണ് ഈ വർഷം. ധനപരമായ നേട്ടങ്ങളും പണമിടപാട് സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതിയും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ധനനേട്ടങ്ങളുണ്ടാകും. പണമിടപാടുകൾ വഴി അതിലവർക്ക് ഗുണകരമായ അവസ്ഥയുണ്ടാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് ഉന്നതിയും പ്രശംസയും കിട്ടുന്ന ഒരു വർഷമാണ്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ശമ്പള വർധനവിനും പ്രമോഷനുമൊക്കെ അവസരങ്ങൾ കിട്ടുന്ന വർഷമാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് മത്സരങ്ങളിൽ വിജയങ്ങളും പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും ആശീർവാദങ്ങളും കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ശത്രുപീഡകൾ കൈകാര്യം ചെയ്യാൻ, എന്നാൽ ശത്രുപീഡകൾ ഉണ്ടാകും ഇവരെ സംബന്ധിച്ച്, എന്നാൽ അത് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയും. ചില കാര്യങ്ങൾക്ക് കഠിന പ്രയത്നം ആവശ്യമായും വരുന്ന വർഷമാണ്. തടസ്സങ്ങൾ മാറ്റാൻ പരമാവധി ഇവർ ശ്രമിക്കും. കുടുംബത്തിൽ സുഖവും സമാധാന അന്തരീക്ഷവും ഉണ്ടാകുന്ന വർഷമാണ്. മനസ്സന്തോഷം ഉണ്ടാകും ഇവരെ സംബന്ധിച്ച്. കുടുംബ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന വർഷം കൂടിയാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ ഒത്തുചേരാനും അതുവഴി പേരും പ്രശസ്തിയും കിട്ടാനും ഇടവരുന്ന സമയമാണ്. സുഹൃത്തുക്കളുമായുള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൂടാതെ സുഹൃത്തുക്കളുമായി ഭിന്നതയുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനും ഇവർക്ക് കഴിയുന്ന ഒരു വർഷമാണ്. മാതൃഗുണം കിട്ടുന്ന ഒരു സമയമാണ്. പൂർവികരമായ സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും കുടുംബശ്രേയസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് ഈശ്വരാധീനം ഉണ്ടാകാനായിട്ടുള്ള വഴിപാടുകൾ നടത്തിയാൽ കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാകാൻ അത് കാരണമാകും. മൊത്തം നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും പല കാര്യങ്ങളിലും ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം. തിരുവോണം നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവർക്ക് വേഴം 6-ലും ജൂൺ 2-ന് ശേഷം 7-ലും വരുന്ന സമയം. രാഹു 2-ലും കേതു 8-ലും വരുന്ന ഒരു സമയവും കൂടിയാണ്. ഇവരെ സംബന്ധിച്ച്
കാര്യങ്ങൾ സാധിക്കുന്ന ഒരു വർഷമാണ്. അവരെന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച്. സാമ്പത്തികമായ പുരോഗതി ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഇവരെ സംബന്ധിച്ച്. വേഴം തുടക്കത്തിൽ തന്നെ വേഴം 6-ലാണെങ്കിലും ജൂൺ 2-ന് ശേഷം വേഴം 7-ലേക്ക് വരുന്നുണ്ടല്ലോ. നല്ല സ്ഥാനത്തല്ലേ, കേന്ദ്രസ്ഥാനത്തിലേക്കല്ലേ വേഴം വരുന്നത്. നല്ലതാണ്. അതുവഴി നല്ല ഗുണാനുഭവങ്ങളുണ്ടാവും. അതുകൂടാതെ വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സംബന്ധിച്ച് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവുന്ന വർഷമാണ്. ജോലി സംബന്ധമായി പ്രമോഷൻ കിട്ടുന്ന വർഷമാണ്. പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാർക്ക് പ്രമോഷനും അതുവഴി ശമ്പള വർധനയും ഒക്കെ കിട്ടാവുന്ന ഒരു വർഷമാണ്. ആദരവും അംഗീകാരങ്ങളും ഇവരെ തേടി വരുന്ന ഒരു വർഷമാണ് ഈ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറേ ദുരിതങ്ങൾ അനുഭവിച്ചവരാണ്. കഴിഞ്ഞ വർഷം വരെ കുറേ ദുരിതങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. ആ ദുരിതത്തിൽ നിന്നൊക്കെ അവർക്ക് മോചനം കിട്ടുന്നൊരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. അവർക്ക് 7.5 ശനിയുടെ കാലമായിരുന്നു ഇല്ലേ? ആ 7.5 ശനിയൊക്കെ മാറി അവരുടെ. അപ്പോൾ 7.5 ശനിക്ക് ഈ തിരുവോണം നക്ഷത്രക്കാർ 7.5 ശനിയിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചിലപ്പോൾ മാനഹാനികളും അല്ലെങ്കിൽ മറ്റ് ദോഷാനുഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുള്ളവരാണ്, മനക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആ ദോഷാനുഭവങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു നല്ല അനുഭവത്തിലേക്ക് വരുന്ന ഒരു വർഷമാണ് ഈ വർഷം. പുതിയ ഗ്രഹനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. വീട് പണി തുടങ്ങാനും വീട് പണി പൂർത്തിയായവർക്ക് ഗൃഹപ്രവേശനം നടത്താനും ഒക്കെ കഴിയുന്ന ഒരു വർഷമാണ്. ആദരവും അംഗീകാരങ്ങളും ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമാണ്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സാധിക്കുന്നതാണ്. സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളിലും ഉന്മേഷവും സന്തോഷവും ഉണ്ടാകാൻ സാധിക്കുന്ന വർഷമാണ്. പ്രതിസന്ധികൾ മറികടക്കാൻ സാധിക്കും. ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത് മറികടന്ന് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്നതാണ്. ശത്രുക്കളിൽ നിന്നും ഇവർ രക്ഷ നേടും. പ്രത്യേകിച്ച് ശത്രുദോഷത്തിൽ നിന്ന് ഇവർ മുക്തി നേടും. അതുകൂടാതെ അപകടങ്ങൾ, യാത്രകളിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും രക്ഷ നേടാൻ ഇവർക്ക് കഴിയുന്നതുമാണ്. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അംഗീകാരങ്ങളും അനുമോദനങ്ങളും പ്രശംസയും കിട്ടുന്ന വർഷമാണ് ഇവരെ സംബന്ധിച്ച്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഗ്രഹപുഷ്ടിയും കിട്ടുന്ന ഒരു വർഷമായിരിക്കും. ബന്ധുസഹകരണം ഉണ്ടാവുന്ന വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ബന്ധുക്കളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്നതാണ്. അകന്നു കഴിഞ്ഞവർ ഇവർ അടുത്തു വരുന്ന വർഷമാണ്. അതായത് നിസ്സാര കാര്യം പറഞ്ഞ് ഇവരിൽ നിന്ന് അകന്നു പോയവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് ഇവരിൽ നിന്ന് അകന്നു പോയവരുണ്ടെങ്കിൽ അവരോട് അടുത്തു വരുന്ന ഒരു വർഷം കൂടിയാണ്. ക്ഷേമവും ഐശ്വര്യവും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകും. കാര്യപ്രാപ്തിയും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് ഇവർക്ക്. ഈശ്വരാധീനം വർദ്ധിക്കാനുള്ള വഴിപാടുകളും പ്രാർത്ഥനയും നടത്തി മുന്നോട്ട് പോയാൽ ദോഷാനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ തരണം ചെയ്യാൻ ഈ ഈശ്വരാധീനം അവർക്ക് സഹായമാകും. അവിട്ടം നക്ഷത്രത്തിൻ്റെ പുതുവർഷഫലം. ഈ അവിട്ടം നക്ഷത്രം 2 രാശികളിലായിട്ടാണ് വരുന്നത്. 2 കൂറുകളിലായിട്ട് അവിട്ടം നക്ഷത്രം വരും. അവിട്ടം പകുതി, അതായത് അരഭാഗം മകരക്കൂറിലും അവിട്ടം അവസാനത്തെ പകുതി ഭാഗം കുംഭക്കൂറിലുമാണ് വരുന്നത്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ വർഷമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം കാര്യങ്ങൾക്ക് തടസ്സം വരുമെങ്കിലും പിന്നീട് അത് മാറിക്കിട്ടും. ഇവരെ സംബന്ധിച്ച് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ഇവർ ഉദ്ദേശിക്കാത്ത സ്ഥാനത്ത് നിന്ന് പോലും ഇവർക്ക് സഹായങ്ങൾ വരുന്ന ഒരു വർഷമാണ്. ഇവരുദ്ദേശിച്ചിട്ടുണ്ടാവില്ല, എന്നിരുന്നാലും ആ ഉദ്ദേശിക്കാത്ത സ്ഥലത്തു നിന്ന് പോലും ഇവർക്ക് സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളും സഹായങ്ങളും കിട്ടുന്ന
സമയമാണ് ഈ 2026. പ്രവർത്തികൾ ഗുണകരമാവുന്ന വർഷമാണ്. ഇവരെ സംബന്ധിച്ച് ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ, കാര്യവിജയങ്ങളിൽ, കാര്യനേട്ടങ്ങൾ, കർമ്മപുഷ്ടി, കർമ്മരംഗത്ത് പുരോഗതി, ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്ന വർഷം. സ്ത്രീകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനമാറ്റങ്ങൾ കിട്ടാവുന്ന അവസരം ഉണ്ടാവും. അവരുദ്ദേശിക്കുന്ന, അതായത് ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ചിലപ്പോൾ നടക്കാവുന്ന വർഷമാണ്. ഇത് കൂടാതെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർക്ക് മത്സരങ്ങളിൽ വിജയം, തെരഞ്ഞെടുപ്പുകളിൽ വിജയം, ഇതെല്ലാം കിട്ടുന്ന ഒരു വർഷമാണ് ഈ അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പള വർധനവ്, പ്രമോഷൻ എന്നിവ കിട്ടാനും സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച്, ഈ അവിട്ടംകാരെ സംബന്ധിച്ച്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ്. സന്തോഷവും സമാധാനവും ഇവരെ സംബന്ധിച്ച് കിട്ടുന്നൊരു വർഷമായിരിക്കും. ബന്ധുക്കൾ വഴി ഇവർക്ക് സഹായങ്ങൾ കിട്ടുന്ന വർഷമാണ്. ബന്ധുജനങ്ങൾ ഇവരെ സഹായിക്കുന്ന സമയങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്ര പോകാനും അതേപോലെ യാത്രകൾ ഉല്ലാസഭരിതമാക്കാനും ഇവർക്ക് കഴിയുന്ന വർഷമാണ്. കർമ്മരംഗത്ത് പുരോഗതിയും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങളും ഉണ്ടാവുന്ന വർഷം. എന്നാൽ വാക്ക് തർക്കങ്ങളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു മാറേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ശനിയുടെ ദോഷം ഇവർക്ക് കിട്ടാവുന്നതാണ്. പ്രത്യേകിച്ച് കുംഭക്കൂറുകാർക്ക്, അവിട്ടം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 7.5 ശനിയുടെ സമയം ആണ്. അപ്പം അതുകൊണ്ട് ചില വാക്ക് തർക്കങ്ങൾ ഇവർക്ക് വിനയായി വരും. അതിൽ നിന്നും ഇവർ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് വളരെ നല്ലതാണ്. അതുകൂടാതെ തന്നെ അപകടങ്ങൾ ഇവരെ ഒഴിഞ്ഞു പോകും. അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, എന്നാൽ അതിൽ നിന്ന് ഇവർ രക്ഷപ്പെടുകയും ചെയ്യും. അകന്നവർ അടുത്ത് വരുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഇവരിൽ നിന്ന് അകന്നു പോയവരുണ്ടെങ്കിൽ ഇവരെ തേടി അവർ വീണ്ടും വരുന്ന അവസ്ഥ വരും. പേരും പെരുമയും പ്രശസ്തിയും ഇവരെ തേടിയെത്തുന്ന ഒരു വർഷമാണ്. ഈശ്വര പ്രാർത്ഥന നടത്തി ഇവർക്ക് ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും. പവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ തന്നെ ഗുണകരമാണ് എന്ന് പറയാം. ചതയം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം. ഈ നക്ഷത്രക്കാർക്ക് വേഴം 5-ലും 2026 ജൂൺ 2-ന് ശേഷം 6-ലും വരുന്ന ഒരു സമയമാണ്. ശനി 2-ലും രാഹു ജന്മത്തിലും കേതു 7-ലും വരുന്ന ഒരു ഗോചര സമയമാണ്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത് ഈ വർഷം. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് 7.5 ശനിയുടെ സമയവും കൂടിയാണ്. ഇവർക്ക് 7.5 ശനി കഴിഞ്ഞിട്ടില്ല അവരുടെ. അപ്പൊ 7.5 ശനിയുടെ പോക്കും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അപ്പൊ അതിൻ്റെ ദോഷാനുഭവങ്ങളും കുറച്ച് അനുഭവത്തിൽ വരും. എന്നിരുന്നാലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ വരുന്നത്. ദോഷം മാത്രമല്ല, ഇവർക്ക് ഗുണങ്ങളും ഉണ്ടാവും. വേഴത്തെ കൊണ്ട് അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടുമെല്ലാം ഇവർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു വർഷം കൂടിയാണ്. തടസ്സങ്ങൾ മറികടക്കാൻ ഇവർക്ക് നല്ല പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരും ഇവരെ സംബന്ധിച്ച്. വർഷം പകുതിയോടെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നതാണ്. സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയും ഇവരെ സംബന്ധിച്ചുണ്ടാവും. ഉണർവും ഉന്മേഷവും വീണ്ടെടുക്കാൻ ഇവർക്ക് കഴിയും.
പ്രവർത്തികൾ ഓരോന്നും വിജയത്തിലെത്തിക്കാനും ഇവർക്ക് കഴിയും. ഈ വർഷം കർമ്മരംഗത്ത് പുരോഗതിയും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകാനും സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഇവർ തയ്യാറാവും. ബന്ധുജന സഹകരണം ഇവർക്ക് ഓരോന്നായി കിട്ടുന്നതാണ്. ബന്ധുക്കളുമായി നല്ല വിധത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന വർഷം. കഷ്ടകാലത്ത് അകന്നു നിന്നവർ അടുത്തു വരുന്ന സമയമാണ്. ഏഴര ശനിയുടെ തുടക്കത്തിൽ തന്നെ ഇവർക്ക് ദോഷാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടും. അപ്പോൾ ആ സമയത്തൊക്കെ ഇവരെ തള്ളിപ്പറഞ്ഞു പോയവരുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് തിരിച്ചു വരുന്ന ഒരു സമയവുമായിരിക്കും. ശത്രുദോഷത്തെ ഇവർക്ക് മറികടക്കാൻ കഴിയുകയും ചെയ്യും. കഷ്ടപ്പാടും ദുരിതങ്ങൾക്കും പരിഹാരമാവുന്നൊരു വർഷമാണ്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യും. സന്തോഷവും സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരാനും സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാനും കുടുംബാംഗങ്ങളുമായി ദൂരയാത്ര പോകാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യക്ഷേത്രങ്ങളിൽ പോകാനും അതുകൂടാതെ തന്നെ സന്തോഷകരമായ യാത്രകൾ നടത്താനുമൊക്കെ ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈശ്വര പ്രാർത്ഥനയും വഴിപാടും നടത്തി ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ പല ദോഷ അനുഭവത്തിൽ നിന്നും ഇവർക്ക് മുക്തി നേടാനും കഴിയുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഈ നക്ഷത്രം 2 രാശിക്കൂറുകളിലാണ് വരുന്നത്. 2 രാശികളിൽ വരുന്നവരാണ്. പൂരുരുട്ടാതി മുക്കാല് കുംഭക്കൂറിലും പൂരുരുട്ടാതി ബാക്കി കാൽഭാഗം മീനക്കൂറിലുമാണ് വരുന്നത്. ഈ നക്ഷത്രക്കാർക്ക് കുംഭക്കൂറ് വരുന്നവർക്ക് ഗുണവും മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവുമായാണ് കാര്യങ്ങൾ കാണുന്നത്. കുടുംബ സൗഖ്യം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഈ വർഷം കുടുംബത്തിൽ സൗഖ്യമുണ്ടാകും. തൊഴിൽപരമായി ഉന്നതി ഉണ്ടാകും, പ്രശസ്തി ഉണ്ടാവും. ഇവരെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഉദ്യോഗലബ്ധി കിട്ടും. ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗത്തിൽ കയറാൻ സഹായിക്കും. അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാരായ ആൾക്കാർക്ക് ശമ്പള വർധനയും പ്രമോഷനും സ്ഥാനമാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാനും ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്താനുമെല്ലാം സഹായിക്കുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. കർമ്മരംഗത്ത് അഭിവൃദ്ധിയും കർമ്മപുഷ്ടിയും ഉണ്ടാവുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും. ശത്രുബാധ ദോഷം മുക്തി ഉണ്ടാവും. ശത്രുക്കളുടെ ദോഷത്തിൽ നിന്ന് ഒരു മുക്തി നേടും. വാക്കുകൾക്ക് മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കണം. കാരണം കുംഭക്കൂറിൽ വരുന്ന ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ഇനി മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കൊക്കെ 7 ശനിയുടെ ഫലമാണ് കൂടുതൽ ഉണ്ടാകുമല്ലോ. അപ്പൊ 7 ശനി ഇവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കും. ആ വഴിക്ക് നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് വാക്ക് തർക്കങ്ങളിലൊക്കെ ചെന്ന് പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഇവർ ശ്രദ്ധിക്കണം. സംസാരത്തിൽ മിതത്വം പാലിക്കാനും ശ്രദ്ധിക്കണം. സ്ത്രീകൾക്കും ജോലിയിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു അവസ്ഥയുണ്ടാകും ഇവരെ സംബന്ധിച്ച്. ഈ വർഷം പ്രതീക്ഷിക്കാത്ത ധനലാഭം ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും. കുടുംബാംഗങ്ങൾക്കൊപ്പം പുണ്യസ്ഥലത്ത് പോകാനും പുണ്യസ്ഥല ദർശനം നടത്താനും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും ഒക്കെ ഇവർക്ക് ഇടവരുന്നതാണ്. പ്രവൃത്തി ഗുണങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരും. കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമാകും. ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 7 ശനിയിൽ നിന്ന് കുറേയൊക്കെ
മുക്തി നേടാൻ ഇവർക്ക് കഴിയുന്നതാണ്. സന്തോഷവും സമാധാനവും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ആത്മവിശ്വാസം വർദ്ധിക്കാൻ ഈ വർഷം ഇവർക്ക് സാധ്യതയുണ്ട്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള വഴിപാടുകൾ നടത്തിയാൽ തീർച്ചയായിട്ടും മറ്റു ദോഷാനുഭവങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് മുക്തി നേടി പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് വേഴം 4-ലും 2026 ജൂൺ 2 ശേഷം വേഴം 5-ലും ശനി ജന്മത്തിലും രാഹു 12-ലും കേതു 6-ലും നിൽക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. മൊത്തം നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ്. അതുകൂടാതെ ഇവർക്ക് 7.5 ശനിയുടെ സമയവും കൂടിയാണ്. അതും കണക്കിലെടുത്ത് വേണം കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ നടക്കും. ഈ വർഷം അങ്ങനെയാണ് ഇവർക്ക് കാര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഗുണമുണ്ടാകുകയാണെങ്കിൽ ചില സന്ദർഭത്തിൽ ഇവർക്ക് ആ ഗുണത്തിൽ നിന്നുകൊണ്ട് തന്നെ ദോഷാനുഭവങ്ങളെ മറികടക്കാനും സാധിക്കുന്നതാണ്. കാരണം വേഴത്തെ കൊണ്ട് ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാവും. വേഴം സർവേശ്വര ഗ്രഹമാണ്. വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുന്നതാണ്. അതുകൊണ്ട് വേഴത്തെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവുമ്പോൾ മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടുള്ള ദോഷങ്ങൾ ഇവർക്ക് തരണം ചെയ്യാനും സാധിക്കുന്നതാണ്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇവർക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് ഇവരെ സംബന്ധിച്ച്. 7.5 ശനിയുടെ ദോഷാനുഭവങ്ങൾ പലതും ഇവർ അനുഭവത്തിൽ വന്നിട്ടുള്ളവരാണ്. എന്നാൽ അതിൽ നിന്നും കുറേയൊക്കെ മോചനം നേടാൻ ഈ വർഷം ഇവരെ സംബന്ധിച്ച് കഴിയുന്നതാണ്. പ്രവർത്തികളിൽ കഠിന പ്രയത്നം നടത്തിയാൽ എല്ലാം വിജയത്തിലെത്താൻ ഇവരെ സംബന്ധിച്ച് കഴിയും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായം വ്യത്യാസം പറഞ്ഞു തീർക്കാൻ കഴിയുന്നതാണ്. സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു വർഷം ഇവർക്ക് കിട്ടുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തികൾ ഇവർ ചെയ്യും, അല്ലെങ്കിൽ പ്രവർത്തികളിൽ ഇവർ ഏർപ്പെടും. കുടുംബസുഖം കിട്ടുകയും കുടുംബ ക്ലേശങ്ങൾ മാറി വരികയും ചെയ്യും. സാമ്പത്തിക നേട്ടങ്ങൾ ഓരോന്നായി കടന്നു വരികയും സാമ്പത്തിക പുരോഗതി കിട്ടുകയും ചെയ്യുന്ന വർഷമാണ് ഇവരെ സംബന്ധിച്ച്. കടം കൊടുത്തു തീർക്കാൻ പരമാവധി ഇവർ ശ്രമിക്കും. ഇവർ കടക്കാരായി ഇരുന്നവരാണെങ്കിൽ, ആർക്കെങ്കിലും പണം കൊടുക്കാനുള്ളവരാണെങ്കിൽ പരമാവധി ആ കടം കൊടുത്തു തീർക്കാൻ ഈ വർഷം ഇവർ ശ്രമിക്കുന്നതാണ്. വിദേശയാത്രക്ക് അനുകൂലമായ സമയമാണ് ഇവരെ സംബന്ധിച്ച്. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും അതുവഴി വിദേശ യാത്രാ ഗുണം കിട്ടുവാനും ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരും. ഈശ്വരാധീനം വർദ്ധിക്കാൻ വഴിപാടുകൾ സമർപ്പിക്കാൻ ഇവർ തയ്യാറാകണം. തീർത്ഥയാത്രകൾ നടത്തുന്നതും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും ഇവരുടെ ദോഷാനുഭവത്തിൽ നിന്നും ഇവർക്ക് മോചനം കിട്ടാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണവും ഉണ്ടാവും, ദോഷവും ഉണ്ടാവും. ഗുണത്തിൻ്റെ സമയത്ത് തന്നെ ദോഷങ്ങൾ വന്നു ചേർന്നാൽ അതിൽ നിന്നും മുക്തി നേടാൻ ഈ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് ആ സമയത്ത് കഴിയും. രേവതി നക്ഷത്രക്കാരുടെ പുതുവർഷഫലം. ഈ നക്ഷത്രക്കാർക്ക് വേഴം 4-ലും 2026 ജൂൺ 2 ശേഷം വേഴം 5-ലും വരുന്ന ഒരു ഗോചര സമയമാണ്. ശനി ജന്മത്തിലും രാഹു 12-ലും കേതു 6-ലും വരുന്ന ഒരു വർഷമാണ്. ഇവരെ സംബന്ധിച്ച് 7.5 ശനിയുടെ ഒരു വർഷവും കൂടിയാണ്. ഈ നക്ഷത്രക്കാർക്ക് വർഷാദ്യം കുറച്ച് ഗുണം കുറയുമെങ്കിലും അതിനുശേഷം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ശ്രേയസ്സും ഉന്നതിയും ഇവർക്ക് ഉണ്ടാവുന്നതാണ്. വർഷാദ്യം വേഴം 4-ലാണ് എന്ന് പറഞ്ഞെങ്കിലും മറ്റ് ചില
ദോഷാനുഭവങ്ങൾ ഇവർക്ക് കടന്നു വരുന്നതിനാൽ അതിൻ്റെ ഗുണം ചിലപ്പോൾ കിട്ടാൻ സാധിക്കാതെ വരും. എന്നാൽ വേഴത്തെ പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് രേവതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുകയും ചെയ്യും. നവഗ്രഹ പൂജ വഴിയോ വേഴഗ്രഹത്തിൻ്റെ ദേവന്മാർക്ക് വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തിയാൽ തീർച്ചയായിട്ടും വേഴഗ്രഹത്തെ പ്രസാദിപ്പിക്കാൻ ഇവർക്ക് കഴിയും. ഇവരെ സംബന്ധിച്ച് കൃഷി കാര്യങ്ങൾ ലാഭത്തിൽ വരുന്ന ഒരു വർഷമാണ്. സ്ത്രീകൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആദരവും അംഗീകാരങ്ങളും കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. സാമ്പത്തികമായ പുരോഗതിയും ഇവർക്കുണ്ടാവും. പ്രതീക്ഷിക്കാത്ത വരുമാന വർധന ഇവർക്കുണ്ടാവുന്ന ഒരു വർഷമാണ്. കുടുംബ സൗഖ്യം കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. കുടുംബത്ത് സമാധാനവും സന്തോഷവും ഇവർക്കുണ്ടാവും. അകന്നു കഴിഞ്ഞവർ ഇവരെ സംബന്ധിച്ച് അടുത്തു വരുന്ന ഒരു വർഷം. കഷ്ടപ്പാടും ദുരിതങ്ങളും ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകാനും ഇടവരും. പ്രവർത്തികളിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായ ഒരു വർഷം കൂടിയാണ്. സുഹൃത്തുക്കളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. 4-ൽ നിൽക്കുന്ന വേഴം മാതാവിൽ നിന്നും ഇവർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടാനും ഇടവരുത്തും. യാത്രകൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമാവുന്ന യാത്രകളായിരിക്കും. യാത്ര പോകേണ്ടതായിട്ടും ഇവർക്ക് വരാൻ ഇടയുണ്ട്. പിന്നെ 7ര ശനിയുടെ ദോഷം ഉണ്ടല്ലോ, ആ ദോഷത്തിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാൻ ഇവർ പരമാവധി ശ്രമിക്കണം. കാരണം വാക്കുകളിൽ കൂടി ഇവർ ആ ശ്രമം നടത്തണം. കാരണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതായത് മിതത്വം പാലിക്കണം വാക്കുകളിൽ. അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങൾ വഴി ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ 7ര ശനി വാക്ക് തർക്കമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ്. അപ്പം അതില്ലാതിരിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അപകടങ്ങളും ഉണ്ടാകാം. 7ര ശനിയിൽ അപകടങ്ങൾ ഉണ്ടാകാം. അതില്ലാതിരിക്കാൻ അപകടങ്ങൾ കഴിയുന്നതും ഒഴിവാക്കി യാത്ര ചെയ്യാൻ ശ്രമിക്കണം. ഈശ്വരാധീനം വർദ്ധിക്കാനായിട്ടുള്ള സമയവും ഇവിടെയുണ്ട്. ഇവരെ സംബന്ധിച്ച് പുണ്യസ്ഥല ദർശനം നടത്താനും ഇവർക്ക് കഴിയുന്ന ഒരു സമയമാണ്. കുടുംബാംഗങ്ങളുമൊത്ത് പുണ്യസ്ഥലങ്ങളിൽ പോകാനായിട്ടൊക്കെ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. വേഴഗ്രഹത്തിൻ്റെ ഗുണാനുഭവം മൊത്തം ഈ വർഷം ഇവർക്ക് കിട്ടുന്നതിനായി ഇവർ വേഴഗ്രഹത്തെ പ്രസാദിപ്പിക്കുകയും നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുകയും ചെയ്താൽ മറ്റ് ഗ്രഹങ്ങളുടെ ആനുകൂല്യങ്ങളും ഇവർക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 2026 ഗുണകരമായി മാറ്റാൻ ഇവർക്ക് കഴിയും.